സുഹൃത്തുക്കളെ, ഡോക്ടർ പറഞ്ഞു ഇപ്രാവശ്യം നോബൽ സമ്മാനം നേടിയ സാമ്പത്തിക നോബൽ സമ്മാനം നേടിയ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ പഠനത്തെ പൂർണ്ണമായും അതെവിടെ അവതരിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഒരു യുക്തിവാദികളുടെ അല്ലെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവരുടെ പക്ഷത്തു നിന്നൊന്ന് നോക്കിക്കാണൽ എന്ന നിലയിലാണ്. ആ ഒരു മേഖലയിലൂടെയാണ് ഞാൻ കൂടുതലും പോയിട്ടുള്ളത്. ഈ നോബൽ സമ്മാനം, സാമ്പത്തിക നോബൽ സമ്മാനം കിട്ടിയ വിഷയം താരതമ്യേന പെട്ടെന്ന് മനസ്സിലാകുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആക്കിയെങ്കിലേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൊതുവേ അത് കുറച്ച് ലളിതമായ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടോടുകൂടി അവർ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഇതിൽ മിക്കവാറും പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക് സയൻസുമാണ് വരുന്നത്. സാമൂഹ്യ ഘടനയും പുരോഗതിയും എന്നുള്ളതിൽ 3 പാർട്ട് വരുന്നത്. ഒന്ന് പുരോഗതി, സാമൂഹ്യ ഘടന, സാമൂഹ്യ സ്ഥാപനം എന്നിവയാണ്. അപ്പോൾ ഇതിൽ ഇവർ 3 പേര് ചേർന്നെഴുതിയ, നോബൽ സമ്മാനം നേടിയ 3 പേർ ചേർന്നെഴുതിയ ഒരു പുസ്തകമാണ് വൈ നേഷൻസ് ഫെയിൽ, ദ ഒറിജിൻ ഓഫ് പവർ, പ്രോസ്പെരിറ്റി ആൻഡ് പോവർട്ടി. എങ്ങനെയാണ് ഈ രാജ്യങ്ങൾ ഫെയിലാകുന്നത്, എങ്ങനെ ചില രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് വിജയിക്കുന്നത് എങ്ങനെ, അവരെങ്ങനെ പ്രോസ്പെരിറ്റി നിലനിർത്തുന്നത് എങ്ങനെ, ചില രാജ്യങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് എങ്ങനെ എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാടിൽ ഈ സമ്മാനം കിട്ടിയ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്ന വിഷയം. എങ്ങനെയാണ് ഈ അധികാരത്തിൻ്റെ ഉത്ഭവം, അത് പ്രോസ്പെരിറ്റിയിലേക്കും പോവർട്ടിയിലേക്കും നയിക്കുന്ന, അങ്ങനെ അധികാരം എങ്ങനെ ഒരേ സമയം തന്നെ നമ്മുടെ സാമൂഹ്യ പുരോഗതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിക്കുന്നു, അതേസമയം തന്നെ ചില അധികാരങ്ങൾ എങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ദാരിദ്ര്യം ഒരു പൊളിറ്റിക്കൽ വിഷയമാണ്. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്ന ദാരിദ്ര്യം ഒരു ഭക്ഷണ ദൗർലഭ്യത്തിൻ്റെ വിഷയമാണെന്നാണ് പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ ദാരിദ്ര്യം പലപ്പോഴും ഒരു പൊളിറ്റിക്കൽ വിഷയം തന്നെയാണ് എന്നാണ് ഇവരുടെ ഒരു കണ്ടെത്തൽ. അപ്പോൾ ഇതിൽ ഈ വിഷയം എന്തുകൊണ്ട് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പൂർണ്ണമായും സയൻറ്റിഫിക് വേയിലാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക് സയൻസും ഒക്കെ സയൻസായിട്ട് ഉൾപ്പെടുത്തുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. തീർച്ചയായും പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്കൽ സയൻസും ഒക്കെ സയൻസ് വിഷയം തന്നെയാണ്. പലപ്പോഴും അത് സയൻസ് ആവശ്യമില്ലാത്ത സാമൂഹ്യ വിഷയങ്ങളെന്ന നിലയിലൊരു മാറ്റി നിർത്തലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ കേരളത്തിലൊക്കെ ഈ സോഷ്യൽ വിഷയങ്ങൾക്ക് ആൾ കുറയുന്നത് കൊണ്ട് കോളേജുകൾ നിർത്തിപ്പോകുന്ന അവസ്ഥയുണ്ട്. പക്ഷേ സയൻസ് വിഷയങ്ങൾക്ക് ആൾ കൂടുകയും അതിലേക്ക് ബാച്ചുകൾ നിലനിർത്തുകയും മറ്റ് സോഷ്യൽ വിഷയങ്ങൾ ആൾ കുറഞ്ഞിട്ട്, അപ്പോൾ അത് പഠിച്ചിട്ട് പ്രയോജനമില്ലാത്ത കാര്യമാണെന്നൊരു ധാരണ പൊതുവേ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഈ സയൻസ് വിഷയങ്ങൾ പ്രാമുഖ്യം നൽകുന്ന കോളേജുകളിലും മറ്റും ജയിക്കുന്നത് ABVP ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നോക്കണം ഇന്ത്യയിൽ പൊതുവെ. അപ്പോൾ എന്തുകൊണ്ട് സയൻസ് വിഷയങ്ങൾ സമൂഹത്തിൽ നിന്ന് അപ്രസക്തമായ അവരുടെ ജോലി ആവശ്യത്തിന് വേണ്ടി മാത്രം നോക്കുന്ന സയൻസ് വിഷയങ്ങൾ എന്ന നിലയിൽ അത് മാറുന്നു. ഈ സോഷ്യൽ വിഷയങ്ങൾ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം സോഷ്യൽ വിഷയങ്ങളിൽ സയൻസ് പ്രാധാന്യം വരുന്നതാണെന്നൊരു ധാരണ നമ്മുടെ സമൂഹത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വിഷയം ചെയ്യുമ്പോൾ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ JNUവിലെ പ്രൊഫസർ ഈ വിഷയം തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. JNUവിലെ എക്കണോമിക് പ്രൊഫസർ തൃശ്ശൂർ വെച്ച് നടത്തിയ ആ സംഭാഷണത്തിൽ, ആ പരിപാടിയിൽ ഞാനും സുനിലും ഒക്കെ പോയിരുന്നു. അപ്പോൾ അപ്പോൾ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. കാരണം ഈ വിഷയമൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് തീർച്ചയായും നമ്മുടെ സാമ്പത്തിക മേഖലയിൽ അഗ്രഗണ്യന്മാരായ പ്രൊഫസർമാരൊക്കെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ആധികാരികമായി പഠിച്ച ആളല്ല, എൻ്റെ വിഷയം അതുമല്ല. എങ്കിലും നമ്മുടെ ഒരു താല്പര്യം കൊണ്ട് മാത്രം പഠിച്ചതാണ്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു, ഞാനിത് ചെയ്താൽ ശരിയാകുമെന്നുള്ളത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കൂടി, എനിക്കും പറയാൻ പറ്റുന്ന വിഷയം തന്നെയാണ് എന്നൊരു ഇത് കൂടി. പിന്നെ എന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. അതായത് എന്തുകൊണ്ട് യുക്തിവാദികൾ ഇത് പറയേണ്ടതുണ്ട്. കഴിഞ്ഞ 100 വർഷമായി കേരളത്തിൽ യുക്തിവാദ പ്രവർത്തനം തുടങ്ങിയിട്ട്, സാധാരണയപ്പൻ്റെ കാലം തൊട്ടൊക്കെ വളരെ വിപുലമായ തോതിൽ നടന്ന യുക്തിവാദ പ്രവർത്തനമാണ്. അത് മൃഗയിലെ മമ്മൂട്ടിയുടെ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ഒരിക്കൽ തെളിഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ. അങ്ങനെ ആണ് നമ്മുടെ യുക്തിവാദ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് തളിർക്കും ഇടയ്ക്ക് വിളറും ഇവിടെ ജീവിതങ്ങൾ, ഇത്തിരി പോന്ന മനസ്സിനുള്ളിൽ ഒത്തിരി മോഹങ്ങൾ, പൂവായി കൊഴിയും കായായി കൊഴിയും ചിലത് കനിയാൻ. എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ചിലത് കനിയായി മാറുന്നു. ഇപ്പോൾ ഈ ഒരു എക്കണോമിക് നോബൽ സമ്മാനം നമുക്കൊരു കനിയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ യുക്തിവാദ പ്രവർത്തനം നടത്തിയിട്ട് 100 വർഷമായി നടത്തുന്നു, ഇപ്പോഴും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ 10-100 ആൾക്കാർ പരമാവധി പങ്കെടുക്കുന്നുണ്ട്, നിങ്ങളെന്ത് സാമൂഹ്യ മാറ്റമാണ് നടത്തിയതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നിരന്തരമായ ഒരു അധിക്ഷേപം
ഒരു മോശം വാക്കുകൾ എന്തിനാണ് ഈ പ്രവർത്തനം നടത്തുന്നതെന്ന് തോന്നുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ യുക്തിവാദികൾ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന മാർഗം ഇതൊരു ആത്മരതിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. കാരണം ഒരേ സമയം ചെയ്യുകയും വേണം, പക്ഷേ ചെയ്തിട്ട് പ്രയോജനമില്ല. അപ്പോൾ ചെയ്യണമെന്നുള്ള നമ്മുടെ അഭിവാഞ്ഛയുണ്ട്, ചെയ്തിട്ട് പ്രയോജനമില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യണമെന്നുള്ളത് പറയുന്നു, ഞാൻ എന്തായാലും ചെയ്യും, എനിക്കൊരു ആത്മരതിക്ക് വേണ്ടി ഒരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ 300 വർഷത്തെ തെളിവുകൾ നോക്കുമ്പോൾ ഇതൊരു ആത്മരതിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പ്രവൃത്തിയല്ല എന്ന് നമുക്ക് തീർച്ചയായും ബോധ്യപ്പെടും. അങ്ങനെ തെളിവുകൾ യുക്തിവാദ പ്രവർത്തനം ഒരു സമൂഹത്തെ പരിവർത്തനപ്പെടുത്താൻ ആവശ്യമാണെന്നുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനകത്തൊരു മാറ്റം നമ്മൾ സാധാരണ കേരളത്തിലൊക്കെ ഈ പൊളിറ്റിക്കൽ സ്റ്റഡീസിനെ, സോഷ്യൽ സ്റ്റഡീസിനെ, എക്കണോമിക് സ്റ്റഡീസിനെയൊക്കെ പൊതുവെ നോക്കിക്കാണാറുള്ളത് ഒരു ചരിത്രപരമായ ഭൗതികവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സയൻസാണ് ഇതിന് മാതൃകയാക്കേണ്ടത്. സയൻസിൻ്റെ രീതിയാണ് ഈ പൊളിറ്റിക്കൽ സയൻസിലും എക്കണോമിക്കൽ സയൻസിലും സോഷ്യൽ സയൻസിലുമൊക്കെ നമ്മൾ ആധികാരികമായി സ്വീകരിക്കേണ്ടതെങ്കിൽ കേരളത്തിലൊക്കെ ഉള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായ ഭൗതികവാദത്തിലൂടെ നോക്കിക്കണ്ടിട്ടാണ് ഈ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ്. പക്ഷേ ഈ നോബൽ എക്കണോമിക് സമ്മാനം അങ്ങനെ ഒരു നിലപാടല്ല എടുത്തിരിക്കുന്നത്. അത് തീർച്ചയായും ഒരു സയൻറ്റിഫിക് നിലവാരത്തിലാണ് അത് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ആശയത്തിൻ്റെ വാലിഡിറ്റി ആരെതിർക്കുന്നു എന്നുള്ളത് കൂടെയാണ് ഒരു പ്രധാനപ്പെട്ട ആശയം. ആരാണ് അതിനെ എതിർക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു വാലിഡിറ്റി സ്വീകരിക്കാം എന്നൊരു മാനദണ്ഡം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇത് നോബൽ പ്രൈസ് വന്നപ്പോൾ തന്നെ ഇതിനെതിരെ സംസാരിച്ചത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് റിസർച്ച് അഡ്വൈസറി കൗൺസിലിൻ്റെ PM-ൻ്റെ കൗൺസിൽ സെക്രട്ടറിയായ ആദിത്യ സിൻഹ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ആദ്യം തന്നെ ഈ നോബൽ പ്രൈസ് നോബൽ ഇൻ ഹാൻഡ് ബട്ട് വെയർ AJR മോഡൽ ഫാൾസ് ഷോർട്ട്, ഇത് ഇവരുടെ മോഡൽ പെട്ടെന്ന് തന്നെ ഷോർട്ടാകും, അല്ലെങ്കിൽ ഇത് അപ്രസക്തമാണ് എന്നൊരു നിലപാട് ആദ്യം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിനുള്ള ആദിത്യ സിൻഹ ആ ഒരു നിലപാടെടുത്തു. അദ്ദേഹം പറയുന്ന 3 കാര്യങ്ങളാണ്. ഡീപ്ലി യൂറോ സെൻട്രിക് ആണ്, ഇത് പൂർണ്ണമായും യൂറോപ്യൻ കേന്ദ്രീകൃത ആശയമാണ്. രണ്ടാമത് പറയുന്നത് ഫോൾട്ട് വിത്ത് വെസ്റ്റേൺ ഡെവലപ്മെൻറ്റ്, ഇത് ഒരു പടിഞ്ഞാറൻ യൂറോപ്യൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പുകഴ്ത്തലാണ്. ആ രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓൺ കൊളോണിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ കോളനിവൽക്കരണ കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന ആ ഒരു കാലഘട്ടത്തിൽ ലോകത്തെമ്പാടും നടന്ന കോളനിവൽക്കരണത്തെ പുകഴ്ത്തി പറയുന്ന ഒരു ഐഡിയയാണിത്. അതുകൊണ്ട് തന്നെ ഇത് എതിർക്കപ്പെടേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഇവർ എതിർക്കും. കാരണം യൂറോസെൻട്രിക് എന്ന വാക്ക് ഈ അടുത്തിടെ നമ്മുടെ RSSൻ്റെ സ്പോക്ക് പേഴ്സണായ വൈദ്യ പറഞ്ഞത് അറബ് സംസ്കാരത്തെയും യൂറോപ്യൻ സംസ്കാരത്തെയും അതിജീവിച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം. അതിൻ്റെ നാഗരികതയ്ക്ക് അതിജീവിച്ച് ഹിന്ദു സംസ്കാരത്തിൻ്റെ നാഗരികത മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് വൈദ്യ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു. ഹിന്ദു സംസ്കാരത്തിൻ്റെ നാഗരികത എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിരിയാണ് വരേണ്ടത്. അപ്പോൾ യൂറോസെൻട്രിക്കിനെ അതിജീവിച്ചുകൊണ്ട് ഹിന്ദു നാഗരികത മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും എതിർക്കും. ഹിന്ദു നാഗരികത എന്ന് പറയുന്നൊരു നാഗരികയില്ല, അതാകെ ജാതി കോളനികളെന്ന് പറയാവുന്ന ഒരു സംഭവം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിന് യാതൊരു നാഗരികതയും മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെതിർക്കും, അവർക്ക് അനുകൂലമല്ല. പിന്നെ കേരളത്തിലുള്ള മാർക്സിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞതായി കണ്ടില്ല. ഒരു ഫേസ്ബുക്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇതിനെക്കുറിച്ച്, അദ്ദേഹം മാർക്സിസ്റ്റുകാരനാണ്, ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ എഴുതിയത് എന്തായാലും ഇവയെ മാർക്സിസ്റ്റുകൾ എങ്ങനെയാണ് വിലയിരുത്തുക എന്നൊരു കൗതുകമായ ജിജ്ഞാസയാണ്. പോസ്റ്റ് ഇട്ടയാൾ എഴുതിയതാണ്. ഈ എക്കണോമിക് നോബൽ സമ്മാനത്തെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞ ശേഷം പോസ്റ്റ് ഇട്ടയാൾ അയാളുടെ അഭിപ്രായമായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, അദ്ദേഹം എഴുതിയതാണ്. എന്തായാലും ഇവയെ മാർക്സിസ്റ്റുകൾ എങ്ങനെയാണ് വിലയിരുത്തുക എന്നത് കൗതുകകരമായൊരു ജിജ്ഞാസയാണ്. ഈ നോബൽ സമ്മാനത്തെ മാർക്സിസ്റ്റുകൾ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് അദ്ദേഹത്തിനൊരു ജിജ്ഞാസയുണ്ട്. ഈ എങ്ങനെയെന്നാണ്. അപ്പോൾ ഞാനതിന് മറുപടിയായിട്ട് എഴുതിയത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രക്രിയ എന്നത് ആശയപരമായി പ്രത്യയശാസ്ത്ര കെട്ടുപാടില്ലാത്ത സ്വതന്ത്ര രാഷ്ട്രത്തിൽ നടക്കുന്ന പ്രോസസ്സാണ്. അതിനെ കമ്മ്യൂണിസ്റ്റുകാർ ഇതിൽ പ്രോഗ്രസീവായൊരു അഭിപ്രായവും പറയാൻ പ്രയാസമാകും. ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിക്കുക, ഈ ജനാധിപത്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിച്ച് സമൂഹം പ്രോഗ്രസ്സിലേക്ക് പോവുക എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായ കെട്ടുപാടില്ലാത്തൊരു സ്വതന്ത്ര സമൂഹത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ്. അതിൻ്റെ അറിവിനെയും അതിൻ്റെ വിനിമയത്തെയും ഒരു റാഷണലായിട്ടുള്ള അപ്രോച്ചിനെയൊന്നും ഏതെങ്കിലും പ്രത്യയശാസ്ത്രമോ മതമോ തടയാൻ പാടില്ല. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ ആശയവിനിമയത്തെ, നമ്മൾ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ, എൻ്റെ കയ്യിലൊരു പ്രത്യയശാസ്ത്രമുണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു മതമുണ്ട്, ഇത് നിങ്ങൾ പറയുന്നതിനെതിരാണ് എന്നുള്ളത് കൊണ്ട് തടസ്സപ്പെടുത്താൻ പാടില്ലാത്ത ഒരു സൊസൈറ്റിയിൽ മാത്രമേ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വികസിക്കുകയുള്ളൂ എന്നാണ് ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തത്. ഞാൻ പറഞ്ഞു തന്നത്, ആരാണ് ഇതിനെ അവഗണിക്കുന്നത്, ആരാണ് ഇതിനെതിരായിട്ട് നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് കൂടെ നമുക്ക് ഈ ആശയത്തിൻ്റെ വാലിഡിറ്റി നോക്കാം എന്നുള്ളതാണ്.
അപ്പോൾ ഈ സയൻസും പൊളിറ്റിക്സും ഞാൻ പറഞ്ഞു. സയൻസ് സ്വീകരിക്കുന്നത് മെത്തേഡ് ഓഫ് സയൻസ് ആണ്. മെത്തേഡ് ഓഫ് സയൻസ് എന്താണെന്നറിയാം, നമ്മൾ സയൻസിൻ്റെ രീതിശാസ്ത്രം എന്താണെന്നറിയാം, അതാണ് പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്നത്. പക്ഷേ പൊളിറ്റിക്സിനെ കുറിച്ചുള്ളൊരു ധാരണ, നമ്മുടെ ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനക്ഷമമായ ശക്തമായ ആശയമാണ്. പൊളിറ്റിക്സ് പ്രവർത്തിക്കുന്നത് പ്രവർത്തനക്ഷമമായ ശക്തമായ ആശയത്തിലാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. സയൻസ് പ്രവർത്തിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. സയൻസ് മെത്തേഡ് ഓഫ് സയൻസ് ആണ്, സയൻസിൻ്റെ രീതിശാസ്ത്രമാണ്. പക്ഷേ എന്താണ് സംഭവിക്കേണ്ടത്? ഈ നേരെ ഇപ്പുറത്തിട്ട് പൊളിറ്റിക്സ് ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ, സയൻസിൻ്റെ ഭാഗത്ത് പൊളിറ്റിക്സ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ്? പൊളിറ്റിക്സും മെത്തേഡ് ഓഫ് സയൻസ് തന്നെയാണ് വരേണ്ടത്, പ്രവർത്തനക്ഷമമായ ആശയമല്ല. തിരിച്ചിട്ടാൽ സയൻസ് ഇപ്പുറത്തിട്ടാൽ, സയൻസ് അപ്പുറത്തിട്ട് കഴിഞ്ഞാൽ സയൻസ് പ്രവർത്തനക്ഷമമായ ശക്തമായ ഒരു ആശയം എന്നതിലല്ലല്ലോ പ്രവർത്തിക്കുന്നത്, ആണോ? അങ്ങനെയല്ല. ഇപ്പോൾ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് അത് പരിണാമത്തിലെ ഒരു നിയമമാണ്. ആ നിയമം വെച്ചിട്ട് അതൊരു ശക്തമായ പ്രവർത്തനക്ഷമമായ ഒരു കാര്യം എന്നതിലല്ലല്ലോ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം നമ്മൾ വെച്ചിട്ട് ഗുരുത്വാകർഷണ ബലം പോലെയാണ് സമൂഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊരു ശക്തമായ ഒരു ഐഡിയ ആണ്. അപ്പം നമ്മൾ ഏതെങ്കിലും സയൻസിലെ ഏതെങ്കിലും ഒരു ഐഡിയ എടുത്തിട്ട് ഈ ഐഡിയ ഒരു ശക്തമായ പ്രവർത്തനക്ഷമമായ ആശയമാണ്, അത് സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടല്ല സയൻസ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് പൊളിറ്റിക്സ് പ്രവർത്തിക്കേണ്ടത്. പൊളിറ്റിക്സ് എന്തിനാണ് സ്വീകരിക്കേണ്ടത്? മെത്തേഡ് ഓഫ് സയൻസിനെയാണ്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവർത്തനക്ഷമമായ ശക്തമായ ആശയം എന്നുള്ളത് ഞാൻ ഇതുപോലൊരു ഫേസ്ബുക്കിലൊരു കമൻറ്റാണ്. അപ്പോൾ അതിൽ അതും ഈ ചോദ്യം പരമ്പരാഗതമായിട്ട് യുക്തിവാദികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ 100 വർഷമായി നിങ്ങൾ കൂടിയിട്ട് ആകെ 100 പേരല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് അതിൽ കൂടുതൽ ആൾക്കാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് സമൂഹത്തിൽ ചെയ്തത്, സമൂഹത്തിൽ എന്ത് മാറ്റമാണ് വരുത്തിയത് എന്നുള്ള നിരന്തരമായ ചോദ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹം ഒരു മാർക്സിസ്റ്റ്, നമ്മുടെ ഇവിടുത്തെ കേരളത്തിലായതുകൊണ്ട് ഡയലോഗുകൾ യുക്തിവാദികളും മാർക്സിസ്റ്റുകാരും തമ്മിലാണ് കൂടുതൽ വരുന്നത്, മറ്റവരുമായിട്ടുള്ളൊരു ഡയലോഗുകൾ വരുന്നില്ല. അതായത് ഈ സംഘപരിവാറുമായിട്ട് ഡയലോഗുകൾ വരുന്നില്ല. കാരണം അത് ഡയലോഗ് ചെയ്യാൻ പറ്റിയൊരു ആശയമല്ല, അത് അപ്പാടെ തള്ളിക്കളയേണ്ടതാണ്. അതുമായിട്ട് ഒരു ഡയലോഗും സാധ്യമല്ല. നമ്മൾ ഒരു കൂട്ടമായിട്ടൊന്നും തള്ളിക്കളയേണ്ട ഒരു ആശയമാണ് ഈ ഹിന്ദുത്വ പരിവാർ അല്ലെങ്കിൽ സംഘപരിവാർ എന്നുള്ളത്. മാർക്സിസം അങ്ങനെയല്ല. നമ്മളതുമായിട്ട് പലപ്പോഴും മാർക്സിസ്റ്റും യുക്തിവാദികളും തമ്മിൽ വർഷങ്ങളായിട്ട് ഈ 100 വർഷത്തിനിടയ്ക്ക് പലപ്പോഴും ആശയവിനിമയങ്ങളും ഇതൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടേത് മാർക്സിസ്റ്റുകാരുടേത് പ്രവർത്തനക്ഷമമായ ശക്തമായ ആശയമാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പ്രവർത്തനക്ഷമമായ ശക്തമായ ആശയം എന്നുള്ളത് ഒരു അന്ധവിശ്വാസമാണ്. അങ്ങനെ ഒരു കാര്യം പൊളിറ്റിക്സിൽ പ്രവർത്തിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രോഗ്രസ്സിനെ കുറിച്ചാണ്. പ്രോഗ്രസ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ചിത്രം കണ്ടാൽ മതി. ഇത് പ്രോഗ്രസീവ് അല്ല, ഇത് ഒരു പാരമ്പര്യ ആഭാസമാണ്. പഴയകാലത്തെ വാളൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇന്നത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രതീകമായിട്ട് പിടിച്ചുകൊണ്ട് നടക്കുന്നുള്ളൂ. ഉടുപ്പൊന്നുമില്ലാതെ സമൂഹ മധ്യത്തിലൂടെ ആൾക്കാർ ചേർന്ന് വാളുമായിട്ട് നടക്കുക. ഇതൊരു എന്താണ്, ഒരു പാരമ്പര്യ ആഭാസം എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ പരമ്പരാഗതമായി പഴയ കാലങ്ങളിൽ കുഴിച്ചുമൂടിയ ആശയങ്ങളെ ക്രമേണ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇതാണ് നമ്മൾ നിർമ്മിക്കേണ്ട നറേഷൻ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി ക്രമേണ നമ്മുടെ പൊളിറ്റിക്കൽ അവയർനെസ്സിനെ കുറച്ച് കൊണ്ടുവന്ന് ഒരു അധികാരം കേന്ദ്രീകരിക്കുന്ന, പവർ കേന്ദ്രീകരിക്കുന്ന, സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കാൻ നമ്മളെ നിർബന്ധിതരാക്കുക എന്നുള്ള ഒരു കണ്ടീഷൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. കേവലമായ അവരുടെ സ്വാതന്ത്ര്യം എന്ന നിലയിൽ മാത്രം ഇതിനെ കാണേണ്ടതില്ല. നമ്മൾ വർഷങ്ങളായി കുഴിച്ചുമൂടിയ ദ്രവിച്ചു പോയ ആശയങ്ങൾ കുഴിമൂടിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക, അതിൻ്റെ നന്മയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പാരമ്പര്യമായ അശ്ലീലം. ഇത് ഒരു ആധുനികമായ അശ്ലീലമാണ്. കണ്ട ചിത്രം ഒരു പാരമ്പര്യ അശ്ലീലമാണ്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഇത് എതിർക്കപ്പെടേണ്ടതാണെന്ന്. ആ വാളം പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ടാണ് പോകുന്നുള്ളതുകൊണ്ട് പ്രോഗ്രസ് അല്ല, അത് നെഗറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് തടയേണ്ടതുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയാം. അതിൻ്റെ പുറകിൽ ആൾ കൂടും, ഇത് വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതൊരു ആധുനികമായ ഒരു അശ്ലീലമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിയപ്പെടുന്ന പ്രഭാഷകനായ സി രവിചന്ദ്രൻ്റെ ആനയും ഉറുമ്പും എന്ന് പറയുന്നൊരു പ്രഭാഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ഈ സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, പൊളിറ്റിക്കൽ സയൻസ് കൈകാര്യം ചെയ്യുന്നതാണ്. അതിൽ സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സമൂഹം അസമത്വം നിറഞ്ഞതാണ്. നാച്ചുറലി, സ്വാഭാവികമായി സമൂഹം അസമത്വം നിറഞ്ഞതാണ്. അത് അദ്ദേഹം ആ സമയത്ത് പറയുന്നത്, ഈ ജോർദാൻ പീറ്റേഴ്സൺ എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ ചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ 80-20 എന്ന് പറയുന്നൊരു തിയറിയുണ്ട്. അത് നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു കൊടുക്കഴിഞ്ഞാൽ എല്ലാവരും സ്വാഭാവികമായിട്ട് വിശ്വസിക്കുന്നൊരു തിയറിയാണ്. 80-20, അതായത് 80% ആൾക്കാർ സ്വാഭാവികമായൊരു സമൂഹത്തിൽ ദരിദ്രരാകും, 20% ആൾക്കാരാണ് കഴിവുള്ളവർ. ആ കഴിവുള്ള 20% ആൾക്കാർ സ്വാഭാവികമായിട്ടും സമ്പന്നരാകും.
ഇതൊരു പ്രകൃതി നിയമമാണ്, ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു തിയറിയാണ് ജോർദാൻ പീറ്റേഴ്സൺ അവതരിപ്പിക്കുന്നത്. ആ ആശയം തന്നെ കടമെടുത്തുകൊണ്ട് സാധൂകരിക്കാൻ വേണ്ടി സി രവിചന്ദ്രൻ നടത്തുന്ന ഒരു പ്രഭാഷണത്തിലാണ്. അത് സാധൂകരിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങേയറ്റം വരെ പോകുന്നുണ്ട്. ഭഗവത്ഗീത പക്ക എത്തീസമാണെന്ന് വരെ പറയുന്നുണ്ട്. ഭഗവത്ഗീതയെ നമ്മൾ വായിക്കേണ്ടതുണ്ടോ എന്നുള്ള പോലും സംശയിക്കേണ്ട ഒരു കൃതിയാണ്. ആ സമയത്തിലാണ് എത്തീസം പറയുന്ന കൂട്ടത്തിൽ ഭഗവത്ഗീത പക്ക എത്തീസമാണെന്ന് പറയുന്നത്. അതിന് അദ്ദേഹം കാണുന്നത് അത് നാച്ചുറലാണ്. അതിനകത്ത് കൃഷ്ണൻ പറയുന്നത് ഇത് സ്വാഭാവികമാണ്, പ്രകൃതി നിയമമാണ്. ഏത് ഈ ചാതുർവർണ്ണ്യം സ്വാഭാവികമാണ്, പ്രകൃതി നിയമമാണെന്ന് കൃഷ്ണൻ സ്ഥാപിക്കുന്ന സ്ഥാപനത്തെ തൻ്റേതാക്കി അത് നാസ്തികതയായിട്ട് അവതരിപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. അതൊരു വലിയ പ്രശ്നം, അതവിടെ നിൽക്കട്ടെ. ഇത് ഇവിടെ അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം പറയുന്നത് എനിക്ക് പ്രസ് ഇരുന്നപ്പോൾ തോന്നിയ ഒരു ഐഡിയ എന്നാണ് പറയുന്നത്. പ്രസ് ഇരുന്നപ്പോൾ പെട്ടെന്ന് തോന്നിയ ഇൻഡ്യൂഷനൊക്കെ കൊണ്ടാണ് യുക്തിവാദം നയിക്കേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ, അതും അവിടെ നിൽക്കട്ടെ. അതായത് നമ്മുടെ പെട്ടെന്നുള്ള മാനസിക തോന്നൽ കൊണ്ടല്ലല്ലോ യുക്തിവാദം നടത്തുന്നത്. യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കളക്റ്റീവ് റാഷണലിസമാണ്. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ സംസാരിക്കുന്നു, അടുത്തയാൾ സംസാരിക്കുന്നു, മറ്റൊരാൾ സംസാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ആശയങ്ങൾ പരസ്പരം കൂടിക്കലർന്ന് നമ്മൾ അതിൽ നിന്നും റാഷണലായിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉരുത്തിരിച്ചെടുക്കുന്നതാണ് കഴിഞ്ഞ 300 വർഷമായിട്ട് ആ യുക്തിവാദ മേഖലയിൽ നടന്ന മുന്നേറ്റങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്താൽ തെറ്റെന്ന് സമ്മതിക്കേണ്ട ആശയങ്ങളെ തെറ്റെന്ന് സമ്മതിക്കുകയും ചെയ്യാം. ഇതാണ് ഒരു റാഷണൽ അപ്രോച്ച്. ഇതവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് പ്രസ് ഇരുന്നപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ്, ഒരു ഇൻഡ്യൂഷനാണ്, തോന്നിയിട്ട് നേരെ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത്. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത് ഇതിനകത്ത് എന്താണ് പറയുന്നതെന്ന് നോക്കാം. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ രക്തം എടുക്കുന്നു, രക്തം കുറേ നേരം നന്നായിട്ട് കുലുക്കുന്നു, കുലുക്കിയ ശേഷം അത് വേർതിരിയുന്നത് മേളിൽ പ്ലാസ്മയായിട്ടും ഏറ്റവും താഴെ രക്തകണങ്ങളായിട്ടും പിന്നെ നടുക്ക് ഇതാണ് ഇത് ഞാൻ മറന്നുപോയി, അങ്ങനെയാണത് വേർതിരിയുന്നത്. അപ്പോൾ പറഞ്ഞതാണ് ഇങ്ങനെ വേർതിരിയുന്നത് പോലെയാണ് പ്രകൃതിയിലെ അസമത്വം. അതായത് രക്തമെടുത്ത് കുലുക്കിയാൽ എങ്ങനെയാണോ ഏറ്റവും സാന്ദ്രതയേറിയ രക്തകണങ്ങൾ താഴെയും ഏറ്റവും സാന്ദ്രത കുറഞ്ഞ പ്ലാസ്മ മേളിലും വരുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് സമൂഹത്തിലെ അസമത്വം. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. അത് താഴെ വേണമെങ്കിൽ നമുക്ക് 20% എടുക്കാം. മേളിലെ മഞ്ഞ 80% ദരിദ്രർ, താഴെ 20% സമ്പന്നർ. ഇങ്ങനെയാണ് സമൂഹത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് അസമത്വം സംഭവിക്കുന്നത് എന്നാണ് രവിചന്ദ്രൻ ആ പ്രഭാഷണത്തിൽ പറയുന്നത്. അതിനകത്ത് അദ്ദേഹം അതിനുവേണ്ടി ഈ സിദ്ധാന്തമാണ്, സെൻട്രിഫ്യൂഗേഷൻ എന്ന സിദ്ധാന്തമാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു മൂന്നാമത്തെ കാര്യം എന്ന് പറയാം. നാലാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് സോഷ്യൽ സയൻസും പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക് സയൻസും ഒക്കെയാണ് പറയുന്നത്. കാരണം അതാണല്ലോ സമത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ നിശ്ചയിക്കുന്ന ശാസ്ത്രങ്ങളെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക് സയൻസ്, സോഷ്യൽ സയൻസ് ഒക്കെയാണ് അതിനെക്കുറിച്ച് നിശ്ചയിക്കുന്നത്. അവിടെ ഒരു നാച്ചുറൽ സയൻസിൻ്റെ ഉദാഹരണം കൊണ്ടുവരാമോ? അതാണ് ഒരു വിഷയം. നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ഇപ്പോൾ ഈ നോബൽ സമ്മാനം നേടിയവർ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ 300 വർഷത്തെ ലോകരാജ്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഇത്തവണ എക്കണോമിക് നോബൽ സമ്മാനം നേടിയവരുടെ ഞാൻ പറഞ്ഞ സയൻറ്റിഫിക് ആയിട്ടൊരു തിയറിയും അതിന് അനുഗുണമായ തെളിവുകളും, വെറുതെ ഒരു തിയറി അവതരിപ്പിച്ചിട്ട് നോബൽ സമ്മാനം ലഭിക്കുകയല്ല ചെയ്തത്. ഒരു തിയറി അവതരിപ്പിക്കുകയും അതിനനുസൃതമായ തെളിവുകൾ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യത്തിനാണ് ഇത്തവണ എക്കണോമിക് നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും നാച്ചുറൽ സയൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ? കെമിസ്ട്രിയോ ഫിസിക്സോ അല്ലെങ്കിൽ ബയോളജിയോ ഒന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. അവരെന്താണ് രാഷ്ട്രങ്ങളെക്കുറിച്ച് പഠിച്ചു, അതിനാസ്പദമായ തെളിവുകൾ നേടി, തിയറി ഉണ്ടാക്കി, അതിൻ്റെ എവിഡൻസും കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ രവിചന്ദ്രൻ പറയുമ്പോൾ എന്താ കൊണ്ടുവരുന്നത്? രവിചന്ദ്രൻ സയൻസ്, നാച്ചുറൽ സയൻസിനെ കൊണ്ടുവരുന്നത്. ഇതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ ഉണ്ട്. ഇത് കൊണ്ടുവന്ന് സോഷ്യൽ സയൻസിനെ സാധൂകരിക്കാമോ? അത് സയൻസിൻ്റെ ദുരുപയോഗമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതെന്താ നമ്മൾ പറയുന്നത്, ഈ തെമ്മാടിത്തരം എന്നൊക്കെ വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. സോഷ്യൽ സയൻസിനെ സാധൂകരിക്കാൻ വേണ്ടി പിന്നെ നാച്ചുറൽ സയൻസിൻ്റെ ഉദാഹരണങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ഉദാഹരണത്തിന് നമ്മൾ സമൂഹത്തെക്കുറിച്ച് പറയാൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഉപയോഗിക്കാറില്ല. അർഹതപ്പെട്ടവരുടെ അതിജീവിക്കലാണ് എന്ന പരിണാമ സിദ്ധാന്തത്തിലെ ആ സിദ്ധാന്തം നമ്മൾ സാമൂഹ്യ മേഖല ഉപയോഗിക്കാറില്ല. കാരണം സാമൂഹ്യ മേഖല അർഹതപ്പെട്ടവരുടെ അതിജീവിക്കൽ ആ അർത്ഥത്തിലല്ല കാണുന്നത്. നമ്മൾ അങ്ങനെ ഒരു അർത്ഥം അവിടെ കൊടുക്കുന്നില്ല. നമ്മൾ എല്ലാവർക്കും പ്രോസ്പിരിറ്റി വേണം, അങ്ങനെ ഒരു സമൂഹം വേണം എന്നുള്ളൊരു സോഷ്യൽ കൺസെപ്റ്റിലാണ് സോഷ്യൽ സയൻസിൻ്റെ നിലനിൽപ്പ് തന്നെ. അതിനാവശ്യമായ തെളിവുകൾ തേടുമ്പോൾ അത്തരം കാര്യങ്ങളിലാണ് സമൂഹം പുരോഗമിക്കുന്നതെന്നുള്ള തെളിവുകളും ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ സയൻസ് മേഖലയെ കൊണ്ട് നാച്ചുറൽ സയൻസിൻ്റെ കാര്യങ്ങൾ കൊണ്ട് ഉദാഹരിക്കുന്നത് തീർത്തും തെറ്റാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും നാച്ചുറൽ ഏതാണ്? ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബാണോ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബാണോ ശരിക്കും നാച്ചുറൽ? ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബാണ് നാച്ചുറൽ അല്ലേ സാർ? ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബാണ് നാച്ചുറൽ. കാരണം രണ്ടാമത്തെ അദ്ദേഹം ബലപ്രയോഗം നടത്തിയിരിക്കുന്നു.
ഏത് അസമത്വം ശരിയാണെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ചെയ്തിരിക്കുന്നതാണ്. ബലപ്രയോഗം നടത്തിയതിനു ശേഷമാണ് അസമത്വം ശരിയാണെന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ട്യൂബിൽ ഇങ്ങനെ വേർതിരിയുമ്പോഴാണ് അതുപോലെയാണ് നാച്ചുറലായ അസമത്വം എന്ന് അദ്ദേഹം പറയുന്നത്. ഏത് വെച്ചിട്ട് വേണമായിരുന്നു പറയാൻ? ഞാനതൊന്നുകൂടെ ആവശ്യമില്ലാത്തതാണ് എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. അത് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, അതിലേക്ക് രക്തം നിറയ്ക്കുന്നു, കുലുക്കുന്നു. അപ്പോൾ ഇതിൽ നാച്ചുറൽ ഏതാണ്? നാച്ചുറൽ രണ്ടാമത്തെയാണ്. നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, അതിൽ രക്തമാണല്ലോ നാച്ചുറൽ. രക്തത്തിൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞ കമ്പോണൻറ്റുകളെല്ലാം കൂടിക്കലർന്നാണ് നിലനിൽക്കുന്നത്. ഏത് രക്തത്തിൽ നമ്മൾ പറഞ്ഞു ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞ പ്ലാസ്മയും അതിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ആണ് നിലനിൽക്കുന്നത്. ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ അത് രക്തമാകുന്നുള്ളൂ. അത് വിഘടിച്ചു കഴിഞ്ഞാൽ രക്തമാകുന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സമൂഹം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലിയറായെന്ന് തോന്നുന്നു. കാരണം ഈ രക്തസാമ്പിൾ എടുത്തിട്ട് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് സമൂഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ലെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. കാരണം എന്താണ്, സോഷ്യൽ സയൻസിനെ സാധൂകരിക്കാൻ നാച്ചുറൽ സയൻസിൻ്റെ ഒരു കാര്യം കൊണ്ട് അത് നാച്ചുറൽ പ്രകൃതിയെ നമ്മൾ കൊണ്ടുവന്ന് സാധൂകരിക്കുന്ന രീതി തെറ്റായ ഒരു പ്രവണതയാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി അഥവാ സാധൂകരിച്ചാൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? രക്തം എടുത്ത് കാണിച്ചിട്ട് പറയണം, ടെസ്റ്റ് ട്യൂബിൽ കാണിച്ചിട്ട് പറയണം ഇതാണ് നാച്ചുറൽ, ഇങ്ങനെയാണ് പ്രകൃതി നിലനിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ബലപ്രയോഗം നടത്തി അതിനെ ഘടകങ്ങളായിട്ട് വേർതിരിച്ചിട്ട് പറഞ്ഞു ഇതാണ് നാച്ചുറൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്ത് നടത്തിയതിന് ശേഷമാണ് നാച്ചുറൽ എന്ന് പറയുന്നത്? ഒരു ഫോഴ്സ് അതിൽ ചെലുത്തിയതിന് ശേഷമാണ് തെറ്റായിട്ട് നാച്ചുറൽ എന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്യാനേ പാടില്ല. അപ്പോൾ ആദ്യത്തെ തെറ്റ് പോട്ടെ, രണ്ടാമത്തെ ഏറ്റവും വലിയ ബ്ലണ്ടറാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ കേട്ടോ. ബലപ്രയോഗം നടത്തിയിട്ടാണ് സമ്പത്തും അധികാരവും ഒക്കെ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യയുടെ 2000-3000 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സമ്പത്തും അധികാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഏറ്റവും മുകളിലെ സവർണ ജനതയ്ക്കാണ്. അതെങ്ങനെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഓട്ടോമാറ്റിക്കായിട്ടാണോ? നാച്ചുറലായിട്ടാണോ? അല്ല, നാച്ചുറലായിട്ടല്ല. ഒരു സവർണ മേധാവികളുടെ കയ്യിൽ ഇന്ത്യയിൽ സമ്പത്തും അധികാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മറിച്ച് എന്താണ്? ബലപ്രയോഗം നടത്തിയിട്ടാണ്. എന്തുകൊണ്ട്? പ്രധാനമായിട്ടൊരു തിയറി അവതരിപ്പിച്ചിരിക്കുന്നത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ. ഇതിൽ ഏറ്റവും മുകളിലുള്ള ആൾക്കാർ ബാക്കിയുള്ളവരെ ബലം പ്രയോഗിക്കുകയാണ്. ആ തിയറിയാണ്. അതിനെന്തെല്ലാം ഉപയോഗിക്കാവോ? അതിന് ആശയപ്രചരണമാണ്, ആയുധമാകട്ടെ, കള്ളത്തരങ്ങളാകട്ടെ, എന്തെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് 10,000-3000 വർഷമായിട്ട് ഈ പറഞ്ഞ 80-20 തിയറി ഇന്ത്യയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്ന ബലപ്രയോഗത്തിലൂടെയാണ്. അപ്പോൾ ഇദ്ദേഹം എന്നാൽ രവീന്ദ്രൻ പറയുന്നത് സമത്വം വരാൻ വേണ്ടിയാണ് ബലപ്രയോഗം നടത്തേണ്ടതെന്നാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ടാണ് പറയുന്നത്. അസമത്വം വരാൻ വേണ്ടിയാണ് ബലപ്രയോഗം നടത്തേണ്ടത്. സമത്വം വരാൻ വേണ്ടി ബലപ്രയോഗം നടത്തേണ്ട കാര്യമില്ല. നേരെ തിരിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇതൊരു ആധുനികമായ അസഭ്യമാണ്. ശാസ്ത്രത്തെ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ധാരണകളെ അട്ടിമറിച്ച് പരമ്പരാഗത സമൂഹത്തിന് അനുയോജ്യമായൊരു സോഷ്യൽ ഘടന നിർമ്മിച്ചെടുക്കാമെന്നുള്ള ഗവേഷണത്തിൻ്റെ ഫലമാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അത് ആവശ്യമില്ലാത്ത 3 സ്ലൈഡുകളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനം എത്തിച്ചേരുന്ന ഒരു ബുൾഡോസർ രാജിലാണ്. ഇങ്ങനെ ബലപ്രയോഗം നടത്തുന്ന സമൂഹത്തെ അസമത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടി ബലപ്രയോഗം നടത്തുന്നതിൽ എത്തിച്ചേരുന്നത് ഒരു ബുൾഡോസർ രാജിലാണ്. ബുൾഡോസർ രാജ് നമുക്കറിയാം, ഇപ്പോൾ UP യിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം 2019 1,76,625 നിന്നും 2023 5,17,752 ഉയർന്നു. മൊത്തത്തിൽ 1,53,820 വീടുകൾ 2022-ലും 2023-ലും അധികാരികൾ തകർത്തു. 1,52,820 വീടുകൾ. ബുൾഡോസർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട സാധനം ആൾക്കാർ താമസിക്കുന്ന വീടുകളും സ്ഥാപനങ്ങളും ഇടിച്ച് തകർക്കാൻ വേണ്ടിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ബുൾഡോസർ രാജ്. അതാണ് ഈ വലതുപക്ഷ സംഘികളും വലതുപക്ഷ പ്രവർത്തകരും നമ്മളെ നിരന്തരം ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികാരം വന്നു അല്ലെങ്കിൽ സ്റ്റേബിളായ പൊളിറ്റിക്കൽ ഇന്ത്യയിൽ വന്നു എന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ. ഈ അധികാരം നമ്മൾ നേരത്തെ കണ്ടു, ആ സ്ലൈഡിൽ കണ്ടു എങ്ങനെയാണ് ബലപ്രയോഗത്തിലൂടെയാണ് അസമത്വം ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ പുരോഗതി ഇല്ലാത്തൊരു സമൂഹത്തിൽ സയൻസ് പ്രവർത്തിക്കുന്ന അധികാരവും പണവും കേന്ദ്രീകരിക്കുന്ന വെപ്പണുകളാണ്. പുരോഗതി ഇല്ലാത്ത ഏതൊരു സമൂഹത്തിലും സയൻസ് വന്നു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുന്നത് അധികാരവും പണവും കേന്ദ്രീകരിക്കാവുന്ന വെപ്പണുകൾ മാത്രമായിട്ട് അവർക്ക് സയൻസിനെ തോന്നുകയുള്ളൂ. നമ്മൾ പറയുന്ന ഈ സയൻറ്റിഫിക് മെത്തേഡൊന്നും അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് സയൻസിൻ്റെ ടെക്നോളജി മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ആ ടെക്നോളജി എന്തിനേ ഉപയോഗിക്കുള്ളൂ? അവരുടെ അധികാരവും പണവും കേന്ദ്രീകരിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ സയൻസിൻ്റെ സാമൂഹ്യ പരിവർത്തന ശേഷി എന്നൊരു സംഭവമുണ്ട്. കഴിഞ്ഞ 300 വർഷമായി ലോകത്തെമ്പാടും നടന്ന പരിവർത്തനങ്ങളിൽ ചുക്കാൻ പിടിച്ച ആശയങ്ങൾ, സയൻസ് മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ തുടർച്ചയാണ്. അതിൻ്റെ പരിവർത്തന ശേഷിയെ ചോർത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ ഉപകരണശേഷിയെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലൂടെ നൽകുന്നത്. ആ ഉപകരണശേഷിയാണ്
ബുൾഡോസർ രാജിലൂടെ UP-യിലും മറ്റും സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രോഗ്രസ്, സെക്കുലറൈസേഷൻ, 4 പില്ലർ. ഈ പ്രോഗ്രസ് നടക്കുന്നത് സെക്കുലറൈസേഷനിലും അതിൻ്റെ 4 തൂണുകളിലൂടെയാണ്. ആ 4 തൂണുകൾ എന്താണെന്ന് നമുക്ക് പുറകെ പറയാം. ഈ സോഷ്യൽ സയൻസിൽ നിന്ന് ശാസ്ത്രത്തെ മാറ്റി നിർത്തുന്നതിനാണ് നമ്മൾ സാധാരണ പീപ്പിൾ സയൻസ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ജനകീയ ശാസ്ത്ര സംഘടന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലുമൊക്കെ പ്രവർത്തിക്കുന്നത് സയൻസിനെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നതിനെയാണ് സോഷ്യൽ സയൻസ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ സെക്കുലറൈസേഷൻ എന്ന പദം അലർജിയാണ്, പലപ്പോഴും ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്നടിക്കും. സാംസ്കാരിക മാറ്റങ്ങളെ കണ്ടില്ലെന്നടിക്കും. സമൂഹത്തിൻ്റെ മാറ്റങ്ങളെ സാംസ്കാരികമായി പറയേണ്ടടുത്തൊന്നും പറയില്ല. പകരം എന്ത് പറയും, മിക്കവാറും ഈ നമ്മുടെ ഉപഗ്രഹ വിക്ഷേപണം, ആകാശ നിരീക്ഷണം, നക്ഷത്ര നിരീക്ഷണം, ഇത്തരം കാര്യങ്ങളിലായിരിക്കും അവരുടെ ശ്രദ്ധ. ഇപ്പോൾ സയൻസ് പ്രവർത്തിക്കാത്ത റഷ്യയിൽ ജനിതക ശാസ്ത്രത്തിലെ പ്രവർത്തിച്ച ശാസ്ത്രത്തിനെ കൊന്നുകളഞ്ഞു. പക്ഷെ അവർ എന്തിൽ ഉയർച്ച നേടി? ബഹിരാകാശത്തേക്ക് ആളെ വിടുന്നതിലും ഉപകരണം നിർമ്മിക്കുന്നതിലും ഉയർച്ച നേടി. അതായത് സ്ഥൂല ശാസ്ത്രങ്ങൾ, പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന ശാസ്ത്രങ്ങളിൽ പുരോഗതി നേടുകയും പെട്ടെന്ന് നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്ന സൂക്ഷ്മ സയൻസിൽ അവർ വിമുഖത പുലർത്തുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യും. അതാണ് ഈ സയൻസ് സ്വീകരിക്കാത്ത സമൂഹങ്ങളിലുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഇപ്പുറത്ത് സയൻറ്റിഫിക് മെത്തേഡ് കൊടുത്തിരിക്കുന്നു. ഈ സയൻറ്റിഫിക് മെത്തേഡ് സ്വീകരിക്കില്ല. കാരണം സയൻസിനെ കാണുന്നത് ഈ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഉപഗ്രഹങ്ങളായിട്ടും വിക്ഷേപിക്കുന്ന സാധനങ്ങളായിട്ടും ആകാശ നിരീക്ഷണങ്ങളായിട്ടും. അതൊക്കെ എന്താ പറയുക, ആകാശ നിരീക്ഷണം നടത്തിയാൽ എന്താണ്? നമുക്ക് മനുഷ്യനെ നോക്കണ്ട, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ ഒന്നും കാണണ്ട. ഈ ആകാശ നിരീക്ഷണത്തിലൂടെ സയൻസ് വന്ന് മനുഷ്യനെ മുഴുവൻ മാറ്റിക്കളയും എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് സോഷ്യൽ സയൻസിൽ നിന്ന് ശാസ്ത്രത്തെ മാറ്റി നിർത്തുന്നതിനാണ് പീപ്പിൾ സയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 4 പില്ലർ, ഒരു സമൂഹത്തെ മാറ്റുന്ന 4 തൂണുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സാമൂഹ്യ മാതൃകകളാണ്. സ്ഥാപനങ്ങൾ, ആഖ്യാനങ്ങൾ, മര്യാദകൾ, സംഘടനകൾ. സമൂഹത്തിൽ കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കുക, അതിനെ ആഖ്യാനം ചെയ്യുക, അതിൽ കുറച്ച് മര്യാദകൾ പാലിക്കുക, സംഘടനകൾ ഉണ്ടായിരിക്കുക. ഇതാണ് ദ മിറാക്കിൾ ഓഫ് എക്കണോമിക് പ്രോസ്പെരിറ്റി ഈസ് ദ സോഴ്സ് അബൌട്ട് സോഷ്യൽ മോഡൽ, ദ ഫോർച്യൂസ് കോമ്പിനേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നറേറ്റീവ്സ്, നോംസ് ആൻഡ് ഓർഗനൈസേഷൻ that 18th century began to lift Britain and subsequently many other countries out of poverty that had persisted for millennia. അപ്പോൾ 100 കണക്കിന് വർഷങ്ങളായി നമ്മളെ പോവർട്ടിയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിച്ച സാമൂഹ്യ സെറ്റപ്പിനെ നിർണയിച്ച 4 ഘടകങ്ങളാണ് സ്ഥാപനങ്ങൾ, ആഖ്യാനങ്ങൾ, മര്യാദകൾ, സംഘടനകൾ എന്ന് പറയുന്നത്. ഇത് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, രാഷ്ട്രീയ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ഹൈലി ഇൻകം വർദ്ധിപ്പിച്ചിട്ട് രാജ്യങ്ങൾ നിലനിർത്തി പോന്നിരുന്ന സംഭവങ്ങളാണ് ഇത്. അപ്പോൾ ഈ കാൾ പോപ്പർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മളെ ആരാണ് ഭരിക്കുന്നത് എന്നതിനേക്കാൾ ഉപരി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ശക്തമാണോ, ഇൻസ്റ്റിറ്റ്യൂഷനുകളെ തകർക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം എന്ന് കാൾ പോപ്പർ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് ഭരിക്കുന്നതിനേക്കാൾ ഉപരി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ശക്തമായ രാജ്യങ്ങളാണ് പ്രോഗ്രസ്സിലേക്ക് പോകുന്നതെന്നാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വലതുപക്ഷം വന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ, രാമജന്മഭൂമി പ്രശ്നത്തിൽ വിധി പറഞ്ഞപ്പോൾ എനിക്ക് ദൈവവിളി ഉണ്ടായി, ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പറയാത്ത കാര്യമാണ് സുപ്രീം കോടതി ജസ്റ്റിസ് ദൈവത്തോട് ചോദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അങ്ങനെ കാണുന്നില്ല. ഇന്ത്യൻ ഭരണഘടന എന്താണ് ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടന ചെയ്യേണ്ടത് അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. സംശയം വരുന്ന കേസുകൾ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മോഹൻ ഗോപാൽ സാർ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു മനുഷ്യത്തെ സംബന്ധിച്ചൊരു പുതിയ കാര്യം വരുമ്പോൾ എന്ത് തീരുമാനമെടുക്കണം ചിലപ്പോൾ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസുമാർക്ക് ഒരു അനുവാദം നൽകുന്ന മേഖലയാണ് അതിൻ്റെ ആമുഖം എന്ന് പറയുന്നത്. ഒരു മനുഷ്യ വിഷയത്തിൽ പ്രശ്നം എടുക്കേണ്ടി വരുമ്പോൾ അവർ സമാനമായ വിധി പ്രഖ്യാപിച്ച മറ്റു രാജ്യങ്ങളുടെ ഭരണഘടന എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ കോടതി എന്ത് പറഞ്ഞു എന്ന് നോക്കും. ഉദാഹരണത്തിന് നോർവേ എന്ത് പറഞ്ഞു, അമേരിക്ക എന്ത് പറഞ്ഞു, അല്ല സ്വീഡൻ എന്ത് പറഞ്ഞു എന്ന് നോക്കും. അതേസമയം ചൈന എന്ത് പറഞ്ഞു നോക്കാറില്ല, ക്യൂബ എന്ത് പറഞ്ഞു നോക്കാറില്ല, ഇറാൻ എന്ത് പറഞ്ഞു നോക്കാറില്ല. കാരണം അവിടെ ഇത്തരം കോടതികൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ നന്നായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്ഥാപനങ്ങളെ തകർക്കുന്ന രീതികളാണ് വലതുപക്ഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് സാറ്റ് ബിഫോർ ഗോഡ് പ്രേഡ് ഫോർ സൊല്യൂഷൻ, ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അയോധ്യ ഡിസ്പ്യൂട്ട്. അപ്പോൾ എന്നതാണ് ആ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമമാണ്. വേറെ നമ്മൾ EWSൻ്റെ വിധി വന്നത് ഈക്വാലിറ്റി നോട്ട് ഓൺലി എമംഗ് ഇൻഡിവിജ്വൽസ് ബട്ട് ആൾസോ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. ആർട്ടിക്കിൾ 38(2) പറയുന്നത് ഈ സമത്വം
എന്ന് പറയുന്നത് വ്യക്തികൾക്ക് മാത്രമുള്ളതല്ല, സാമൂഹ്യ ഗ്രൂപ്പുകൾ കൂടെ ഉള്ളതാണ്. അതിനെ അട്ടിമറിക്കുന്നതായിരുന്നു ഈ നമ്മുടെ EWSൻ്റെ വിധി, അതായത് സാമ്പത്തിക സംവരണം. പിന്നെ വേറൊരിടത്തിൽ പറഞ്ഞാൽ സവർണ സംവരണം എന്ന് പറയാം. കാരണം നമ്മുടെ ഭരണഘടന, നമ്മുടെ കോടതി എന്ന് പറയുന്നത് ജാതി, ആൾക്കാരുടെ ധാരണ കോടതി തന്നെ ജാതീയമാണ്, മതമാണെന്നാണ്. ഈ ന്യൂനപക്ഷ സംരക്ഷണവും നമ്മുടെ റിസർവേഷനും കൊടുക്കുന്നത് കൊണ്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ കോടതി എന്താണ്, ജാതീയമാണ്, നമ്മുടെ കോടതി മതാത്മകമാണെന്നാണ്. അതിനൊക്കെതിരെയാണ് ഇപ്പോൾ ഈ വലതുപക്ഷത്തു നിന്ന് ശക്തമായ ആക്രമണം കൊണ്ടുവരുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം എന്തിനാണ് ന്യൂനപക്ഷ സംരക്ഷണം പ്രത്യേകം കൊടുക്കുന്നത്. സമാനമായ ഒരു പ്രശ്നം ഇന്നലെ ന്യൂസിലാൻഡിൽ നടന്നിരുന്നു. അവിടുത്തെ തദ്ദേശ ജനതയെ ഒതുക്കാനുള്ളൊരു ബില്ല് കൊണ്ടുവന്നപ്പോൾ അവരപ്പം തന്നെ കീറിക്കളഞ്ഞു. നമ്മൾ കീറിക്കളയുന്നൊന്നുമില്ല, ആൾക്കാർ ആവേശപൂർവ്വം അത് ഏറ്റെടുക്കുകയാണ്. ഒരു ഇസ്ലാമോഫോബിക് രാജ്യം എന്നതിൽ അത് ഏറ്റെടുക്കുകയാണ്. എന്തിനാണ് ഈ ന്യൂനപക്ഷ സംരക്ഷണം കൊടുക്കുന്നത് എന്ന് ഇപ്പോൾ ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. കാരണം വേൾഡ് വംശഹത്യയുടെ ഒരു സൈറ്റ് പറയുന്നത് 8 സൈനുകളിൽ 6 സംഭവിച്ചു എന്നാണ്. ഇന്ത്യയിൽ ഒരു 2 കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ വംശഹത്യയിലേക്ക് പോകാം. കുറേയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ സ്ഥാപനങ്ങളെ തകർത്തുകൊണ്ടാണ്. ഈ സ്ഥാപനങ്ങളെ തകർക്കുന്ന ഇത്തരം വിധികൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രയോജനം ചെയ്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ആഖ്യാനങ്ങൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ആഖ്യാനങ്ങൾ നമ്മുടെ ധാരണകളെ രൂപപ്പെടുത്തുന്നു, നമ്മുടെ ധാരണകൾ നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ രൂപപ്പെടുത്തുന്നു, നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ തിരഞ്ഞെടുപ്പുകളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നു. ഇത് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് നിരന്തരമായ ആഖ്യാനങ്ങൾ. ഫേസ്ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ ഒരു സാബു കൊച്ചിൻ എന്നും പറഞ്ഞ ഒരാൾ ഐൻസിനെ കുറിച്ച് ചിലപ്പോൾ പടം ഇട്ടിട്ട് ഐൻസിൻ ഹിന്ദുമതം നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒത്തിരിയാണ് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നത് കാണാം. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ആൾക്കാരെ വെച്ചിട്ട് അവർ ചിന്തിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ആശയം വെച്ചിട്ട് നിരന്തരമായി പോസ്റ്റുകൾ ഇടുക. അത് ലൈക്ക് കിട്ടുന്നുണ്ടോ, അതിനെതിരഭിപ്രായം വരുന്നുണ്ടോ, ഇതൊന്നുമല്ല. ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഒരു ഇതിറക്കുകയാണ്, ഫേസ്ബുക്കിലൊരു പോസ്റ്റർ ഇറക്കുകയാണ്, അത് വ്യാപകമായി ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാർ ഇത് ശരിയാണെന്ന് വിശ്വസിക്കുക. അങ്ങനെയാണ് ഈ ആഖ്യാനങ്ങൾ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ആഖ്യാനങ്ങൾ ചെയ്യേണ്ടത്? സമൂഹത്തിൻ്റെ സങ്കീർണത കുറയ്ക്കുക, വ്യക്തികളെ അവരുടെ അഭിരുചികൾക്കും താല്പര്യങ്ങൾക്കും പ്രോസ്പെരിറ്റി ഉണ്ടാകുന്ന അയഞ്ഞ സംവിധാനം, റൂൾസ്, നോംസ്, റെഗുലേഷൻ പാലിക്കപ്പെടണം. ഇത്തരം ആഖ്യാനങ്ങളാണ് നിർമ്മിക്കപ്പെടേണ്ടത്. അതായത് സങ്കീർണമായ ആശയങ്ങളെ ലഘൂകരിച്ചിട്ട് നമ്മുടെ ഒരു ഭരണഘടനയ്ക്കും നമ്മുടെ സാമൂഹ്യ സ്ഥാപനങ്ങൾക്കും അനുസൃതമായ നോംസും റെഗുലേഷനും റൂലും പാലിക്കുന്ന ഒരു സിസ്റ്റമായി വരുത്തി തീർക്കാനാണ് നമ്മൾ ആഖ്യാനങ്ങൾ നിർമ്മിക്കേണ്ടത്. അതാണ് ഇവിടുത്തെ ഇൻ്റലക്ച്വൽസും പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരും എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, ചിന്തകർ അവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം. സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിതരണം ചെയ്ത് സമൂഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കുന്ന, ഇൻസ്റ്റിറ്റ്യൂഷനെ ശക്തിപ്പെടുത്തുന്ന ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനാണ് ശരിക്കും ഈ ആൾക്കാർ ചെയ്യേണ്ടത്. പക്ഷേ ആ സ്ഥലം മുഴുവൻ ഈ വലതുപക്ഷ നാസി സംഘികൾ കയ്യേറുന്നൊരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ഇതൊരിക്കലും നല്ലതല്ല. നമ്മുടെ കോടതി ഇപ്പം തന്നെ ഞാൻ 2 ഉദാഹരണങ്ങൾ കാണിച്ചു. കോടതി തകരാറിലായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തകരാറിലായി കഴിഞ്ഞാൽ ക്രമേണ നമുക്ക് ആ രാജ്യം എങ്ങോട്ട് എത്തിച്ചേരുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവരതിനെ പ്രതിരോധിക്കുന്നത് വലിയ സാമ്പത്തിക ശക്തി നേടിയെന്നൊക്കെ ഉള്ളതാണ്. അതിൻ്റെ പൊള്ളത്തരം എന്താണെന്ന് അതിൻ്റെ ഡാറ്റ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നൊരു പ്രവർത്തനമാണ്. നമ്മളെല്ലാം നറേഷനിലൂടെയാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ദൈവമാകട്ടെ, പണം, രാജ്യങ്ങൾ, ജനാധിപത്യം, സ്ഥാപനങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ നറേഷനിലൂടെയാണ് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ബ്ലൈൻഡ് ഇൻ്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ട്, റാഷണൽ ഇൻ്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഇൻ്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ട്, സബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ട്. അതിൽ തന്നെ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഇൻ്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് റിയാലിറ്റി നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് കാണുന്ന കാര്യങ്ങൾ, അതായത് പ്രകൃതിയിലുള്ള കാര്യങ്ങൾ, മലകൾ, പുഴകൾ, അങ്ങനെ ഈ കസേരകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് വസ്തുനിഷ്ഠമായി കാണാൻ കഴിയുന്നത്. അതായത് മനുഷ്യരിവിടെ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഈ സ്ഥലത്ത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്. സബ്ജക്റ്റീവ് റിയാലിറ്റി എന്നത് നമ്മുടെ ഒരു ആത്മ നിരീക്ഷണമാണ്, നമ്മുടെ മാനസിക യാഥാർത്ഥ്യങ്ങളാണ്. ഇവ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഒരു ഇൻ്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ടാകുന്നത്. ഇതൊരു അബ്സ്ട്രാക്ഷനിലൂടെയാണ് നടക്കുന്നത്. ഒരു ലിസ ഫെൽഡർമാൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞ പറയുന്നൊരു കാര്യമുണ്ട്. ഹ്യൂമൻ ബ്രെയിൻ ഹാസ് യുണീക്ക് എബിലിറ്റി ടു ക്രിയേറ്റ് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് ആൻഡ് സിംബൽസ്. ഈ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റിനെയും സിംബൽസിനെയും കൈകാര്യം ചെയ്യുന്നതിലൂടെയാണ്
നമ്മുടെ സമൂഹം പുരോഗമിക്കുന്നത്. കുറച്ചുകൂടെ ആയിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു 200 വർഷം മുമ്പ് നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്നിരിക്കട്ടെ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നു. 200 വർഷം മുമ്പ് ഇങ്ങനെ വരില്ല എന്നുള്ള വേറൊരു കാര്യം, കാരണം വരാൻ അനുവദിക്കില്ല, നമ്മുടെ റോഡെ കൂടെ നടക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ടൊരു സങ്കല്പത്തിൽ മാത്രം കണ്ടാൽ മതി, നമ്മളിവിടെ ഇരിക്കില്ല. 200 വർഷം മുമ്പ് നമ്മളിതുപോലെ ഇവിടെ ഇരിക്കില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ സെറ്റപ്പായിരുന്നു നമുക്കുണ്ടായിരുന്നു. നമ്മളിവിടെ ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നിട്ട് നിങ്ങളോട് ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ ജനാധിപത്യത്തെക്കുറിച്ച് കുറച്ച് പഠിച്ചെന്നിരിക്കട്ടെ, എനിക്ക് കുറച്ചുകൂടെ അറിയാമെന്നിരിക്കട്ടെ. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ജനാധിപത്യത്തെക്കുറിച്ച് പറയും. അപ്പോൾ ആർക്കും അതിനെക്കുറിച്ചൊരു ഐഡിയ വരില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ സമൂഹം ഈ ഒരു അബ്സ്ട്രാക്ഷൻ, ഒരു അമൂർത്തവൽക്കരണം നടത്തിയിട്ടില്ല. ഈ ആശയങ്ങളിലേക്ക് ക്രമേണ ആശയങ്ങൾ ഇട്ടിട്ട് അതിനെ പരിപോഷിപ്പിച്ച് ഈ ഒരു ജനാധിപത്യം എന്ന ആശയത്തിൻ്റെ വികസനം നടക്കില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫാസിസം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കാര്യം ഓർമ്മ വരുള്ളൂ. അത് എത്ര വലുതാക്കാൻ നോക്കിയാലും വലുതാകില്ല. അതിനകത്ത് 2 കാര്യമുള്ളൂ, ഒന്ന് അധികാരം, ഒന്ന് അക്രമം. ഈ 2 കാര്യങ്ങളെ ഫാസിസത്തിലുള്ളൂ. അതിനെ നമ്മൾ എത്ര അബ്സ്ട്രാക്ട് ചെയ്താലും എത്ര വിശദീകരിച്ചാലും അതിൽ കൂടുതൽ ആ വാക്ക് വളരില്ല. പക്ഷേ ജനാധിപത്യം എന്ന വാക്കോ, നമ്മൾ സമൂഹം അബ്സ്ട്രാക്ട് ചെയ്ത് അതിനെ എത്ര വേണമെങ്കിലും വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതിനകത്തേക്ക് നിരവധി ആശയങ്ങളുണ്ട്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ജനങ്ങളുടെ പ്രോസ്പെരിറ്റി, ഇങ്ങനെ ഒരു കൂട്ടം തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ഒരു കൂട്ടം ആശയങ്ങളിട്ട് ആ ആശയത്തെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഈ വളർത്തിക്കൊണ്ടുവരുന്ന ആശയങ്ങളെയാണ് വലതുപക്ഷം വന്ന് ചെറുതാക്കുന്നത്. അങ്ങനെയാണ് ജനാധിപത്യം എന്ന് നമുക്ക് സംശയം തോന്നുന്നത്. അപ്പോൾ ഈ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രവൃത്തി നമ്മൾ ആഖ്യാനങ്ങളിലൂടെയാണ് നടപ്പിലാക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, സ്ഥാപനങ്ങളെന്ന് പറഞ്ഞു, 4 പില്ലർ പറഞ്ഞു, ആ സ്ഥാപനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ ആഖ്യാനങ്ങൾ നടക്കുന്നത് ഇങ്ങനെയാണ്. അത് ആരാണ് ചെയ്യേണ്ടത്? സമൂഹത്തിലെ ഈ ഇൻ്റലക്ച്വൽസ്, അല്ലെങ്കിൽ എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, പ്രൊഫസർമാർ, ഈ മേഖലകൾ പഠിച്ചവരൊക്കെ ചെയ്ത് അതിനെ ലഘൂകരിച്ച് ജനങ്ങളെ മനസ്സിലാക്കിക്കേണ്ട പ്രവൃത്തി എവിടെ നടക്കില്ല? മതവും പ്രത്യയശാസ്ത്രവും ഒന്നും ഭരിക്കുന്ന ഒരു രാജ്യത്തും നടക്കില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്രിയേറ്റിവിറ്റി, കമ്മ്യൂണിക്കേഷൻ അവസാനം കംപ്രഷനിലെത്തി അത് അബ്സ്ട്രാക്റ്റ് ആകുക, അതായത് ചുരുക്കി, അതായത് ഒരാശയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചുരുക്കി എടുത്ത് ജനാധിപത്യം എന്നൊരു ഒറ്റ വാക്കിലേക്ക് കേന്ദ്രീകരിച്ച് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സോഷ്യൽ റിയാലിറ്റി നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഇത് സയൻസിൻ്റെ ഒരു പുരോഗതിയുടെ നിലയെന്ന നിലയിലാണ് ഇത് വളർന്നു വന്നിട്ടുള്ളത് എന്നറിയാം. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പവർ ആൻഡ് പ്രോഗ്രസ് എന്ന് പറയുന്ന കൃതിയിൽ ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നൊരു കാര്യം വന്നിട്ടുണ്ട്. അതായത് ഡിജിറ്റലായിട്ട് ഇന്ന് ലോകം നമ്മളെ വിഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഡിജിറ്റൽ വേൾഡൊക്കെ വന്നപ്പോൾ നമ്മുടെ ധാരണ എന്തായിരുന്നു? നമ്മുടെ സമൂഹം ഈ അറിവുകളെല്ലാം സ്വാംശീകരിച്ച് പെട്ടെന്ന് തന്നെ ഒരു പുരോഗതിയിലേക്ക് പോകുന്നതായിരുന്നു. പക്ഷേ നേരെ മറിച്ചാണ് പല രാജ്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നത് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെയാണ്. കാരണം അതിൽ ട്രംപിന് വേണ്ടി ഒരാൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 10,000 ലൈക്കൊക്കെയാണ് വരുന്നത്. പക്ഷേ കമലാ ഹാരിസ് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ 1000 പേരെ ലൈക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം, ഈ 1000 പേരും ജെന്യുവിനായിട്ടുള്ള ആൾക്കാരാണ്, അവരൊക്കെ റിയലാണ്. ഈ 10,000-ൽ ഒരു 8,000 പേരും ഫേക്കാണ്. കാരണം ഫേക്ക് ഐഡികൾ വെച്ചിട്ട് സമൂഹത്തെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നൊരു രീതിയാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് അവിടെ എലോൺ മസ്ക് എക്സിലേക്ക് അദ്ദേഹം ട്വിറ്ററിനെ എക്സ് ആയിട്ട് സ്വീകരിച്ച് എടുത്തപ്പോൾ എലോൺ മസ്ക് പറഞ്ഞത് ഈ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് ഹേറ്റ് സ്പീച്ച് ആണെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഫ്രീ സ്പീച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു സങ്കല്പമാണ്, ഒരു പ്രോഗ്രസ്സാണ്. അതിനെ ഇന്ന് വലതുപക്ഷം കാണുന്നത് ഹേറ്റ് സ്പീച്ച് നടത്താൻ, അതായത് വെറുപ്പ് ഒരാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ലോകത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വിവേക് രാമസ്വാമി, അദ്ദേഹം ഇതുപോലൊരാളാണ്. ക്രിസ്റ്റി നോം എന്ന് പറയുന്ന ഹോം ലാൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി അദ്ദേഹം നിയമിക്കുമെന്ന് പറയുന്ന ഒരാളാണിത്. അപ്പോൾ അവർ പറയുന്നത്, അവരൊരു സംഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നത്, ഈ തോക്കൊക്കെ കൈകാര്യം ചെയ്യുന്ന നിയമമാണ് ഇതിൻ്റെ കീഴിൽ വരുന്നത്, എങ്ങനെ തോക്ക് കൈകാര്യം ചെയ്യണം, ഉപയോഗിക്കണം. അപ്പോൾ ഇവർ പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ 2 പട്ടിയെ വളർത്തി, ഒരു പട്ടി ഒന്നും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, ഞാൻ കുറേ ട്രെയിൻ ചെയ്ത് നോക്കി, അനുസരിക്കുന്നില്ല, അവസാനം ഞാൻ തോക്കെടുത്ത് വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് ഈ പക്ഷങ്ങൾ കാണുന്നത് എന്നതിന് ഉദാഹരണമാണ്. അപ്പോൾ അതൊരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ പവർ ആൻഡ് പ്രോഗ്രസ് എന്ന കൃതിയിൽ പറയുന്നത് ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് പോലും നമ്മൾ തിരിച്ചു പോകുമോ എന്നുള്ളതാണ്. കാർഷിക സംസ്കാരത്തിലെ ആ കാർഷിക പ്രവൃത്തി നല്ലതാണ്, പക്ഷെ അതിലൊരു സംസ്കാരത്തിൻ്റെ മോശത ഉണ്ടായിരുന്നു. ആധുനിക സമൂഹമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കാർഷിക സംസ്കാരത്തിൽ രാജാവ്, പ്രജ, അടിമ, ഉടമ തുടങ്ങിയ സമ്പ്രദായങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു മനോഭാവത്തിലേക്ക് ഈ ഫ്രീ സ്പീച്ച് ഹേറ്റ് സ്പീച്ചായിട്ട് പറയാമെന്നുള്ളൊരു പ്രവണത കൊണ്ടുവരികയും ആ ഒരു മനോഭാവത്തിലേക്ക് ഈ ഡിജിറ്റൽ വേൾഡ് ബാക്കിലേക്ക് പോവുകയും ചെയ്യുന്നൊരു പ്രവണത ഈ നോബൽ സമ്മാനം കിട്ടിയവരുടെ തന്നെ വേറൊരു പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ നന്മയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ പഴയൊരു നൊസ്റ്റാൾജിയ ചിലപ്പോൾ കയറി വന്നേക്കാം. എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളയപ്പം മുട്ടയും കൂട്ടി തട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയാമോ
എന്ന് പറഞ്ഞ് ഒരു സ്കിറ്റ് ഇങ്ങനെ നമ്മൾ കാണാറുണ്ടല്ലോ. അതൊരു നൊസ്റ്റാൾജിയാണ്. കാരണം ഇത്തരം നമുക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ പോലും അവരോട് സഹകരിച്ച് പോന്നിരുന്നൊരു സമൂഹമാണ്. നാളെ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഈ ഏറ്റവും ഇടതുവശത്ത് കാണുന്ന സ്ലൈഡ് എടുത്തിട്ട് ചിലപ്പോൾ കുട്ടികൾ പറഞ്ഞേക്കാം നമ്മുടെ സമൂഹം എത്ര മനോഹരമായിരുന്നു. കാരണം അന്ന് പറഞ്ഞിരുന്നത് എത്ര എതിർപ്പുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നവരല്ലേ, എന്നോട് ഇങ്ങനെയൊക്കെ പറയാമോ, പക്ഷേ നമ്മളോട് എന്തും പറയാമെന്നുള്ളൊരവസ്ഥയിലേക്ക് സമൂഹം, എത്ര ഹേറ്റ് സ്പീച്ചുകളും എത്ര നമ്മൾ കുഴിച്ചു മൂടിയ നശിച്ചു പോയ വേരുകൾ നഷ്ടപ്പെടേണ്ട മോശം ആശയങ്ങളും എടുത്ത് പുറത്തിട്ട് നമ്മളോട് പറയാമെന്നൊരവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട്. അപ്പോൾ ഈ പവർ ആൻഡ് പ്രോഗ്രസ് എന്ന് പറയുന്ന കൃതിയിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം പറയുന്നത്. അപ്പോൾ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ പുരോഗതിയുടെ പേരിൽ സൃഷ്ടിക്കപ്പെടുന്ന കഷ്ടപ്പാടുകൾക്ക് വീണ്ടും ബധിരരാണ്. നമ്മൾക്ക് പലപ്പോഴും വരുന്നത് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ്. കാരണം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് 5 മണിക്ക് അല്ലെങ്കിൽ രാത്രി 1 മണിക്ക് പറയുന്നു നോട്ട് നിരോധിച്ചു. വലിയ തീരുമാനങ്ങൾ. ഈ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തോ വലിയൊരു സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ലോകത്ത്. അത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. ഇത്രയും കഴിവുള്ള ഭരണാധികാരി എന്നൊരു തെറ്റിദ്ധാരണ വരുത്താൻ ഇത്തരം പ്രവണതകൾക്ക് കഴിയും. അപ്പോൾ അവർ തന്നെ അത് പറയുന്നുണ്ട്. വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ പുരോഗതിയുടെ പേരിൽ സൃഷ്ടിക്കുന്ന കഷ്ടപ്പാടുകൾ, ഈ കഷ്ടപ്പാടുകളെ നമ്മൾ അറിയില്ല. ഈ വലിയ തീരുമാനങ്ങൾ നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കുകയും ശരിയാണെന്ന് വരികയും ചെയ്യും. പുരോഗതി ഒരിക്കലും യാന്ത്രികമല്ലെന്ന് കാണിക്കാനാണ് ഞങ്ങൾ ഈ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൽ അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഇന്നത്തെ പുരോഗതി വീണ്ടും ഒരു ചെറിയ കൂട്ടം സംരംഭകരെയും നിക്ഷേപകരെയും സമ്പന്നരാക്കുന്നു. ഇന്നത്തെ പുരോഗതിയുടെ ഒരു പ്രശ്നമാണ് ചെറിയ കൂട്ടം സംരംഭകരെയും നിക്ഷേപകരെയും സമ്പന്നമാക്കുന്നു. അതേസമയം മിക്ക ആളുകളും അധികാരം നഷ്ടപ്പെട്ടവരും പ്രയോജനം കുറഞ്ഞവരുമാണ്. സാമൂഹ്യ ശക്തിയുടെ അടിസ്ഥാനം മാറിയാൽ മാത്രമേ സാങ്കേതിക വിദ്യയുടെ ഒരു പുതിയ കൂടുതൽ ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാട് ഉയർന്നു വരാൻ കഴിയൂ. ഇതിന് 19-ാം നൂറ്റാണ്ടിൽ എന്ന പോലെ സാമ്പ്രദായിക ജ്ഞാനത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന എതിർവാദങ്ങളുടെയും സംഘടനകളുടെ ഉയർച്ച ആവശ്യമാണ്. ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിനെ നേരിടാൻ നമ്മൾ 18-19 നൂറ്റാണ്ടുകളിൽ ചെയ്ത പോലെ ഒരു ജ്ഞാനോദയ പ്രവർത്തനം ആവശ്യമാണെന്നാണ് എൻ്റെ വായന ആ പുസ്തകത്തിൽ നിന്ന്. അതായത് ഇത്തരം സംഘടനകൾ നമ്മൾ ഈ സാമൂഹ്യ ശക്തികളെ ഈ ഫ്രീ സ്പീച്ച് ഹേറ്റ് സ്പീച്ചാണെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാമൂഹ്യ സംഘടനകളെ എതിർക്കാൻ ഇത്തരം കൂട്ടായ്മകളും പ്രവർത്തനങ്ങളും നിരവധി ആവശ്യമാണെന്ന് നോബൽ സമ്മാനം നേടി അവരുടെ മറ്റൊരു കൃതിയിൽ പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടനിലും അമേരിക്കയിലും ഉണ്ടായിരുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ട് നിലവിലുള്ള കാഴ്ചപ്പാടിനെ അഭിമുഖീകരിക്കുന്ന വരേണ്യവർഗത്തിൽ നിന്നും അതിൻ്റെ സാങ്കേതിക വിദ്യയുടെ ദിശയെ നമ്മൾ പിടിച്ചെടുക്കണം. ഈ പുതിയ ഒരു ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി. സാങ്കേതിക വിദ്യയുടെ ദിശയെ ഈ വലതുപക്ഷത്തിന് കൊടുക്കാതെ ഒരു ലെഫ്റ്റ് കാഴ്ചപ്പാടുള്ള പുരോഗതി കാഴ്ചപ്പാടുള്ള ആൾക്കാർ തിരിച്ചെടുക്കണമെന്ന് കൂടെ അവർ പറയുന്നുണ്ട്. ഡിജിറ്റൽ ഡിസ്ഫങ്ഷണൽ മോഡൽ, അതായത് ഇത് വേറൊരു പുസ്തകത്തിലാണ്. പാശ്ചാത്യ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതൽ വ്യാപകമായി പ്രചരിക്കുന്ന ഇന്നത്തെ അഭിവൃദ്ധി അനിവാര്യമായ പുരോഗതിയുടെ ചില മുന്നേറ്റങ്ങളുടെ ഫലമല്ല എന്നതാണ്. 20-ാം നൂറ്റാണ്ട് വരെ ആയിരക്കണക്കിന് വർഷങ്ങളായി സാധാരണ ജനങ്ങൾ എല്ലായിടത്തും ദരിദ്രരായിരുന്നു. ഉൽപ്പാദനക്ഷമമായ ജോലിക്കുള്ള സാധാരണ പ്രതിഫലത്തേക്കാൾ ഉയർന്ന ജീവിത നിലവാരം എക്സ്ട്രാക്റ്റീവ് ലൈറ്റുകളുടെ പ്രത്യേക അവകാശമായിരുന്നു. അതായത് എക്സ്ട്രാക്റ്റീവ് ലൈറ്റ് ഇവർ ഒരു നോംസായിട്ട് പറയുന്നതാണ്, ഒരു വേർഡായിട്ട് പറയുന്നതാണ്. പണ്ട് എക്സ്ട്രാക്റ്റീവ് ലൈറ്റ്, അതായത് അധികാരവും പണവും സമ്പത്തും കേന്ദ്രീകരിക്കുന്ന സ്ഥലത്തേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്നൊരു പ്രവണതയായിരുന്നു ഈ 18-19-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ നിലനിന്നിരുന്നത് എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. സാമൂഹ്യ മാതൃക സൃഷ്ടിച്ച സാഹചര്യങ്ങളുടെ യാദൃച്ഛിക സംയോജനമില്ലായിരുന്നുവെങ്കിൽ, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വാചകം. ഈ സാമൂഹ്യ മാതൃക സൃഷ്ടിച്ച സാഹചര്യങ്ങളുടെ യാദൃച്ഛിക സംയോജനമില്ലായിരുന്നുവെങ്കിൽ ഈ ശോചനീയാവസ്ഥ തുടരുമായിരുന്നു. ഏത് ശോചനീയാവസ്ഥ? ഈ അധികാരവും പണവും കേന്ദ്രീകരിച്ചിട്ട് നേരത്തെ രവിചന്ദ്രൻ്റെ സ്ലൈഡിൽ കാണിച്ച പോലെ രക്തം കുലുക്കി ബലപ്രയോഗം നടത്തി അധികാരവും പണവും കേന്ദ്രീകരിക്കുന്ന ഈ ശോചനീയാവസ്ഥ എന്ത് വന്നില്ലായിരുന്നെങ്കിൽ തുടരുമായിരുന്നു? സാമൂഹ്യ മാതൃക സൃഷ്ടിച്ച സാഹചര്യങ്ങളുടെ സംയോജനം വന്നില്ലായിരുന്നെങ്കിൽ. ഏതാണ് നമ്മൾ പറഞ്ഞ സാമൂഹ്യ മാതൃക എന്ന് പറഞ്ഞാൽ? സ്ഥാപനങ്ങൾ, ആഖ്യാനങ്ങൾ, മര്യാദകൾ, സംഘടനകൾ, ഇത്രയും സ്ഥാപനങ്ങളാണ്. സംഘടനകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ആഖ്യാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ മര്യാദകൾ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ പൊതു കളിസ്ഥലങ്ങളുണ്ട്, പൊതു പുൽമേടുകളുണ്ട്. പശുക്കൾക്കും മറ്റു മൃഗങ്ങൾക്കും കയറി മേയ്ക്കാൻ പറ്റിയ പുൽമേടുകളുണ്ട്. ആ പുൽമേടുകളിലേക്ക് ഇപ്പോൾ 2 ആടുകളെ വിടണം. ഒരു വ്യക്തി 2 ആടുകളെ മേയ്ക്കാൻ വിടാൻ പാടുള്ളൂ, 2 പശുക്കളെ. അപ്പോൾ അത്രേ പാടുള്ളൂ. അതിലൊരാൾ 3ാമതൊരാളെ വിട്ടു കഴിഞ്ഞാൽ എന്ത് പറ്റി? അതിൻ്റെ മാനദണ്ഡം തെറ്റി. നമ്മുടെ സമൂഹം പ്രവർത്തനക്ഷമമല്ലാതെയാകും. അതാണ് ഈ നോംസും കണ്ടീഷൻ്റെ ഒരു പ്രശ്നം. അത് പാലിക്കാൻ നമ്മൾ തയ്യാറാണ്. പാലിക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് വേണം? ഇത് നന്നായി നടക്കുന്നു എന്നുള്ളൊരു ട്രസ്റ്റ് നമുക്ക് വേണം. സമൂഹത്തിൽ ഈ കാര്യങ്ങൾ നന്നായി നടക്കുന്നു എന്നൊരു ട്രസ്റ്റ് വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഈ വണ്ടി ചെക്കിങ്ങിൻ്റെ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ വണ്ടി വരും, നമ്മൾ അതിനകത്ത് കാശ് നോട്ട് കെട്ടുകളുണ്ടോയെന്നോ മറ്റ് മയക്കുമരുന്നുകളൊക്കെ ഉണ്ടോയെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വാഹനം തടഞ്ഞു നിർത്തുമ്പോൾ ചിലപ്പോൾ അടുത്ത്
കുറച്ച് പേരൊക്കെ കൂടും, ഈ കാഴ്ചക്കാരൊക്കെ ആയിട്ട് ചിലപ്പോൾ അവിടെ നിൽപ്പുണ്ടെങ്കിൽ എന്താണെന്ന് കൂടും. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ ഇങ്ങനെ ചോദിക്കും, എന്താ സാറേ കടത്താനുള്ളവർക്ക് കടത്തിയിട്ടുണ്ടാവില്ലേ? നമ്മളിത് പരിശോധിക്കേണ്ട കാര്യമില്ല, അവർ പരിഹസിക്കുകയാണ്. കാരണം നമ്മുടെ സമൂഹത്തെക്കുറിച്ച് അങ്ങനെ ധാരണ, ഈ ക്യാഷ് മുഴുവൻ കുഴൽപ്പണം വഴിയൊക്കെ കടത്തപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ഈ പരിശോധന ഒരു പ്രഹസനമാണ് എന്ന് പറയാം. അപ്പോൾ അവരോട് നമ്മൾ പറയുന്നത്, ഈ പരിശോധന പോലും ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സമൂഹം? ഈ പരിശോധന ഉണ്ടായിട്ട് പോലും നമ്മുടെ സമൂഹം അത്ര ട്രസ്റ്റ് അല്ല. അപ്പോൾ ആൾക്കാർക്ക് ട്രസ്റ്റ് കുറഞ്ഞാൽ ആ ജനാധിപത്യ സമൂഹം തകർന്നു പോവുകയും അക്രമവും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് ഞാൻ പറഞ്ഞത്, ഈ സാമൂഹ്യ മാതൃക സൃഷ്ടിച്ച സാഹചര്യങ്ങളുടെ യാദൃച്ഛിക സംയോജനം, ഇതാണ് നമ്മുടെ രാജവാഴ്ചയിൽ നിന്നും പരമ്പരാഗത സമൂഹത്തിൽ നിന്നുള്ള മാറ്റം. നമ്മൾ എന്ത് നിർമ്മിച്ചു? നമ്മൾ പുതിയ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു, പുതിയ ആഖ്യാനങ്ങൾ, അതായത് സയൻസിനെ അടിസ്ഥാനപ്പെടുത്തിയ പുതിയ ആഖ്യാനങ്ങളും പുതിയ സോഷ്യൽ നിർമ്മാണ രീതികളും കൊണ്ടുവന്നു, പുതിയ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നു, പുതിയ സംഘടനകൾ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് യുക്തിവാദ സംഘടന. ഇപ്പോൾ 1920 സഹോദരൻ അയ്യപ്പൻ യുക്തിവാദ സംഘടന രൂപീകരിക്കുന്നത് ഈ പുതിയ ആഖ്യാന മാതൃകയുടെ, പുതിയ സാമൂഹ്യ മാതൃകയുടെ ഒരു പ്രതിഫലനമായിട്ടാണ്. അത് ഇതിലൂടെ കടന്നു വരുന്നത്, ബ്രിട്ടീഷ് കാലിലൂടെ ശ്രീനാരായണ ഗുരുവിനിലൂടെ സഹോദരൻ അയ്യപ്പനിലേക്ക് എത്തിച്ചേരുന്നൊരു പ്രവണതയാണ് ഇവർ ഈ പറയുന്ന സാമൂഹ്യ മാതൃക സൃഷ്ടിച്ച സാഹചര്യങ്ങളുടെ യാദൃച്ഛിക സംയോജനം. അത് കേരളത്തിലും കുറേയൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. പ്രവർത്തനരഹിതമായ സാമൂഹ്യ മാതൃകകളുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കുടിയേറ്റക്കാർ പ്രധാനമായും രക്ഷപ്പെടുന്നത്. ഈ അവസാന വാചകം ഒന്നുകൂടി വായിക്കുന്നത് നന്നായിരിക്കും. അത് അവർ തന്നെ പറയുന്നതാണ്. എക്സോഡസ് എന്ന് പറഞ്ഞൊരു കൃതിയിലാണ്. പ്രവർത്തനരഹിതമായ സാമൂഹ്യ മാതൃകകളുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കുടിയേറ്റക്കാർ പ്രധാനമായും രക്ഷപ്പെടുന്നത്. ഇപ്പോൾ അമേരിക്ക ട്രംപ് കയറാനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട് ഉപയോഗിച്ചത് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുമെന്നാണ്. ഈ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? പണ്ട് ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക കുടിയേറിയ ആൾക്കാർ എല്ലാവരും കൂടെ പറയുകയാണ് കുടിയേറ്റമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വലിയ സപ്പോർട്ട് കിട്ടുന്നു, അദ്ദേഹത്തിന് അംഗീകാരം കിട്ടുന്നു, അദ്ദേഹം ജയിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. എന്തായാലും ആരാണ് ഈ സമൂഹത്തിലേക്ക് വരുന്നത്? ഡിസ്ഫങ്ഷണൽ സോഷ്യൽ മോഡലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 4 പില്ലറുണ്ടല്ലോ, സ്ഥാപനങ്ങൾ, ആഖ്യാനങ്ങൾ, മര്യാദകൾ, സംഘടനകൾ, ഈ പ്രവർത്തനം നടക്കുന്നത് യുക്തിവാദപരമാണെന്നാണ് എൻ്റെ ഒരു സാർത്ഥമായ നിഗമനം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് പറയും. ഈ പ്രവർത്തനം നടക്കുന്നത് യുക്തിവാദമായൊരു സമൂഹത്തിൽ മാത്രമേ ഈ സ്ഥാപനങ്ങളും ആഖ്യാനങ്ങളും ഈ സമ്പ്രദായങ്ങളും ഈ നോംസ്, റെഗുലേഷൻ, ഈ കണ്ടീഷനെല്ലാം ഇത്തരമൊരു സമൂഹത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. അത്തരം സമൂഹമില്ലാത്ത ഡിസ്ഫങ്ഷണൽ സോഷ്യൽ മോഡലിൽ നിന്നാണ് കുടിയേറ്റക്കാർ പോകുന്നത്. അതായത് സുരക്ഷിതമായ ജീവിതം തേടിയിട്ടാണ് കുടിയേറ്റക്കാർ അങ്ങോട്ട് പോകുന്നത്. ഈ പ്രോസ്പെരിറ്റിയുള്ള രാജ്യങ്ങളിലേക്ക് ഇന്നൊരു കുടിയേറ്റ പ്രശ്നം വന്നിരിക്കുന്നത് ഡിസ്ഫങ്ഷണൽ സോഷ്യൽ മോഡലാണ്. അതായത് നമ്മുടെ സമൂഹം, നമ്മുടെ ഇന്ത്യൻ സമൂഹം ഒരു ഫങ്ഷണൽ സോഷ്യൽ മോഡൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടിയേറില്ല. അല്ല, ഇറാനിൽ നിന്നോ ഈജിപ്തിൽ നിന്നോ ഒരു ഫങ്ഷണൽ മോഡൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറില്ല. അപ്പോൾ ഈ പ്രോസ്പെരിറ്റിയുള്ള രാജ്യങ്ങളിലേക്ക് ആൾക്കാർ കുടിയേറുന്നത് ഡിസ്ഫങ്ഷണൽ സോഷ്യൽ മോഡലിൽ നിന്നാണ് ഒരു കൃതിയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ഇപ്പോൾ പറഞ്ഞതിൽ പലതും ആസ്പദമാക്കിയിരിക്കുന്നത് ഡോക്ടർ വിശ്വനാഥൻ സിയുടെ 3 വീഡിയോകളിൽ നിന്നും കുറേ കാര്യങ്ങൾ, മറ്റു ചില പുസ്തകങ്ങൾ അതിൽ നിന്നൊക്കെയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ 3 വീഡിയോകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കാണാൻ പറ്റിയതാണ്. ഒന്ന്, സാംസ്കാരിക ഏകീകരണം, പ്രവാസിയുടെ ആശങ്കകൾ, സ്വതന്ത്ര ചിന്തയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും, മതമുക്ത യൂറോപ്പും സ്വതന്ത്ര ചിന്തകരും. ഈ 3 വീഡിയോ ഇതിൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് ഞാൻ മുൻപറഞ്ഞ കുറേ ആശയങ്ങളുടെ വ്യക്തത കുറേ കൂടെ വരുത്താൻ, കാരണം അദ്ദേഹത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ആളാണ്, കുറേ കൂടെ വ്യക്തത വരുത്താൻ പറ്റും. ആ വീഡിയോ വേണമെങ്കിൽ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു, അതിൽ സാമൂഹ്യ സ്ഥാപനങ്ങൾ, ആ 4 പില്ലാറിനെ കുറിച്ച് പറഞ്ഞു, സാമൂഹ്യ ഘടനയെക്കുറിച്ച് പറഞ്ഞു. ആ ഘടനയിലാണ് ഇനി സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്നല്ലേ നമ്മളിത് കാണുന്നത് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പൊളിറ്റിക്കൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ നിയമനിർമ്മാണ സഭ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് തുടങ്ങിയ സ്ഥാപനങ്ങൾ നമ്മൾ പൊളിറ്റിക്കൽ എന്ന് പറയും. എക്കണോമിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ മാർക്കറ്റ് ഇവർ നമ്മൾ സാധാരണ കാണുന്ന അർത്ഥത്തിലല്ല. നോബൽ സമ്മാന ജേതാക്കൾ ഫ്രീ മാർക്കറ്റിനെ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ അർത്ഥത്തിലാണ്. നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി, നമ്മുടെ വാണിജ്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഇതൊക്കെയാണ് എക്കണോമിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ നമുക്ക് യുക്തിവാദ സംഘടനകളോ പത്രങ്ങളോ സോഷ്യൽ മീഡിയകളോ ഇതൊക്കെ സംഘടനകളുടെ രൂപത്തിൽ കൂട്ടാം. ഇവരിതിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷനും എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനും. നമുക്കതെന്താണെന്ന് നോക്കാം. അപ്പോൾ അവരുടെ പ്രധാന കണ്ടെത്തൽ ഇതാണ്: ഇൻക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഫീച്ചേഴ്സ് സെക്യൂർ പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ്സ്. അപ്പോൾ
നമ്മുടെ സ്വകാര്യ സ്വത്തവകാശത്തിന് കൃത്യമായും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം എന്ന നിലയിലാണ് അത് കാണുന്നത്. ഡെമോക്രാറ്റിക് ഗവേണൻസ്, ജനാധിപത്യമായ ഭരണമുള്ള സ്ഥലം. ഫോസ്റ്റർ ലോങ് ടൈം എക്കണോമിക് ഗ്രോത്ത്, ഹ്രസ്വകാലമല്ല ദീർഘകാലമായി നിലനിൽക്കുന്ന എക്കണോമിക് ഗ്രോത്ത്. കാരണം ആ സമൂഹത്തിൽ അവർ ട്രസ്റ്റ്ഫുള്ളായിരിക്കും, അതുകൊണ്ട് ദീർഘകാലമായ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും. ഹയർ ലിവിങ് സ്റ്റാൻഡേർഡ്, ഉയർന്ന ജീവിത നിലവാരം. ഇതൊക്കെയുള്ള സ്ഥാപനങ്ങളെയാണ് എക്സ്ക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ, എല്ലാവരെയും ആരെയും മാറ്റി നിർത്താതെ അപവൽക്കരിക്കാതെ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മറ്റ് താഴ്ന്ന സമുദായങ്ങളെന്നോ ഒക്കെ വേർതിരിവില്ലാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിവില്ലാതെ എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഈ ലോങ് ടൈം പ്രോസ്പെരിറ്റി സാധ്യമാകൂ എന്നുള്ളതാണ് അവരുടെ വിധനം. അതിനവർ കൊടുക്കുന്ന വാക്കാണ് ഇൻക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മറ്റൊന്നാണ് എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നേരത്തെ പറഞ്ഞ ഡിസ്ഫങ്ഷണൽ സോഷ്യൽ മോഡൽ, അതായത് സോഷ്യൽ മോഡൽ പ്രവർത്തിക്കാത്ത സ്ഥാപനങ്ങൾ, അവയാണ് എക്സ്ട്രാക്റ്റീവ്. അതായത് വേർതിരിച്ചെടുക്കുന്ന, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കും, ആൾക്കാരെ ഒന്നും സ്വീകരിക്കില്ല തുടങ്ങിയ സ്ഥാപനങ്ങളെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. വിച്ച് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻസെക്യൂർ പ്രോപ്പർട്ടി റൈറ്റ്സ്. പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടാവില്ല. ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ ഫ്രീഡം, പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല. ലീഡ് ടു എക്കണോമിക് സ്റ്റാഗ്നേഷൻ ആൻഡ് പോവർട്ടി, അവർക്ക് പോവർട്ടി ഉണ്ടാവും, സാമ്പത്തിക വളർച്ച മുരടിച്ചതായിരിക്കും. ഇത് ഹ്രസ്വകാല നേട്ടം നിലയിൽ വലിയ സാമ്പത്തിക വളർച്ച എന്നൊക്കെ അവർ അവകാശപ്പെടുമെങ്കിൽ പോലും അത് പെട്ടെന്ന് തകർന്നു പോകുന്ന മോഡലാണ്, ഡിസ്ഫങ്ഷണൽ മോഡലാണ്. പെട്ടെന്ന് ചിലപ്പോൾ ഒരു സമ്പത്തുണ്ടാക്കണമെന്ന് പറയുന്ന ഒരു നേതാവ് വന്നിട്ട് വളരെ സമ്പത്തുണ്ടാക്കിയെങ്കിൽ പോലും ഈ മോഡൽ പ്രവർത്തിക്കില്ല. സമ്പത്തുണ്ടാക്കിയെന്നവർ പ്രൊപ്പഗാൻഡ ചെയ്ത് വലിയ രാഷ്ട്രമാണെന്നൊക്കെ, ഇന്ത്യയെക്കുറിച്ചാണെങ്കിലും ചൈനയെക്കുറിച്ചാണെങ്കിലും വലിയ രാഷ്ട്രമാണെന്നൊക്കെ അവർ മേനി നടിക്കുമെങ്കിൽ പോലും ഈ എക്കണോമിക് നോബൽ സമ്മാന ജേതാക്കൾ പറയുന്നത് ആ സമൂഹം പ്രവർത്തിക്കില്ല, അത് ഡിസ്ഫങ്ഷണലാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് മൂന്ന് കഴിഞ്ഞു. നമ്മൾ പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു, സാമൂഹ്യ ഘടന എന്താണെന്ന് പറഞ്ഞു, സാമൂഹ്യ സ്ഥാപനങ്ങൾ. ഈ സാമൂഹ്യ സ്ഥാപനങ്ങളെയാണ് ഇവർ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. അതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം നേടിയത്. 3 പേരാണ്: ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. ഈ 3 പേർക്കാണ് എക്കണോമിക് നോബൽ സമ്മാനം ലഭിച്ചത്. അതിൽ സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, സമൃദ്ധിയെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള പഠനത്തിനാണ് ഇവർക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, സമൃദ്ധി അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങൾ രൂപപ്പെടുന്നത്, നമ്മൾ ആ കാര്യം നോക്കിയാൽ മതി. എങ്ങനെയാണ് ഫങ്ഷണൽ മോഡൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഡിസ്ഫങ്ഷണൽ മോഡൽ പ്രവർത്തിക്കാത്തത് എന്ന് നമ്മൾ കുറേ ഉദാഹരണങ്ങളിലൂടെ ഏകദേശം വ്യക്തമാക്കി. ഒരുവിധം ക്ലാരിറ്റിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതിൽ. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, സമൃദ്ധിയെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള പഠനത്തിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്.